ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷു വിജ്ഞസ്വരാൾത്തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയൽ സൂരയ തേജോവാരിമൃതം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിഃ തൽക്ഷണാൽ നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. കളവേണുരവക്കളായ നീല കമലാചുംബനലംബടോതിരമ്യ അളിബോധൈവാരവിന്ദമധ്യേ രമതാം മേ ഹൃദി ദേവകീ കിശോരാ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ വാസുദേവമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ നമ സ്വാമിയേ ശരണമയ്യപ്പ. ശ്രീകൃഷ്ണ ജയ ജയ ശ്രീരാമചന്ദ്ര ജയ ജയ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാദമഹം വന്ദേ പരമാനന്ദമാധവം.
ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ ഗുരുദേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. ബാലായ നീലവപുഷേ നവകിങ്കിണീഗജാലാവിരാമ ജഘനായ ദിഗംബരായ ശാർദൂലദിവ്യനഖഭൂഷണഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ. കൈരണ്ടും കുപ്പി ഞാൻ വീണ്ടുമീരക്കുന്നു നീരജലോചന നിന്നോടായി. ഏതീനു മന്യനെ കുമ്പിടേണ്ടാത്തോരു രീതിയിൽ നീ എന്നെ പാലിക്കുന്നായി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇത്രയും കാരുണ്യം എന്നിൽ നടിച്ചതും ചിത്രം നടിപ്പതും ചിത്രം ചിത്രം കാരുണ്യവാരിധേ 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 കാരുണ്യാബ്ധേ. കൃഷ്ണ
കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനുതദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈഃ ആവീതം നാരദാദ്യൈഃ വിലസതുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച കൃഷ്ണം നാരായണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ വൃഥാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവ്രജന്തമനുപേതമവേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതുത്തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി നൈമിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദകുശലശൗനഗോബ്രവീത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നാരായണ. ഗുരുനാഥൻ തുണചൈകസന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ശ്രീഹരേ നാരായണ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. ഒരു ധന്യമുഹൂർത്തത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ മാഹാത്മ്യം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി ആത്യന്തികമായ ലക്ഷ്യം ശ്രീമദ് ഭാഗവതം 7 ദിവസങ്ങളിലായിട്ട് പാരായണം ചെയ്തുകൊണ്ട് വിശേഷാൽ പൂജകളും നാമകീർത്തനങ്ങളോടും കൂടി
കഥാഭാഗം അനുസ്മരിച്ചുകൊണ്ട് യജ്ഞം സമർപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ലക്ഷ്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷെ ഇവിടെ ഭാഗവത മാഹാത്മ്യം ആണ് ഇന്ന്. ഭാഗവത മാഹാത്മ്യം ഇത് 18ാമത് സപ്താഹം അല്ലേ? 18 എന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല അല്ലേ? ഒരു 18 തോന്നുന്നുണ്ടല്ലോ. 18 പടി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. 10ഉം 8ഉം 18 അതങ്ങനെ വേറെ വേറെ പറയും. അതൊക്കെ ഇനി ഉപദേശങ്ങൾ വരുമ്പോഴാണ് അങ്ങനെ പറയുക. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ അല്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 18-ന് എന്തോ ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ 18ാമത് സപ്താഹം ഈ ഒരു വൈശാഖ കാലത്ത് നടക്കുമ്പോൾ ഏതാണ്ട് മിക്കവാറും 90% വൈശാഖ മാസത്തിലാണ് ഇത് വരുന്നത് സപ്താഹം അല്ലേ? ഒരു ദിവസം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. വൈശാഖ മാസത്തില് ഗുരുവായൂർ പോലുള്ള പഴയ പുരാതന സങ്കേതങ്ങളിലൊക്കെ തന്നെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തി വന്നിരുന്നു. ശ്രീമദ് ഭാഗവതം ഈ ഒരു കഥാകഥനത്തോടു കൂടിയിട്ട് ഒരു നമ്മുടെ ഒരു സമ്പ്രദായപ്രകാരം അർത്ഥം അങ്ങനെ ഒരു സപ്താഹമായിട്ട് ലോകത്തിൽ പ്രചരിച്ചത് ഗുരുവായൂരമ്പലത്തിലാണ്. ആ സ്ഥാനം കൂത്തമ്പലത്തിലാണ്. അവിടെ നിന്നായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇത് കേട്ടിട്ടുണ്ടായത്. ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഭാഗവതം കേൾക്കണമെന്നുണ്ടെങ്കിൽ എവിടെ പോകണം? ഇവിടെയുള്ളവർക്കൊക്കെ ഗുരുവായൂരിൽ പോകണമായിരുന്നു. പിന്നീട് അതിനെ അധികരിച്ച് അത് പടർന്ന് പന്തലിച്ചു പല ക്ഷേത്രങ്ങളിലുമുണ്ട്. ഇവിടെ 18ആയി. എങ്ങനെയായിന്ന് എനിക്കറിയില്ല. തുടർച്ചയായിട്ടാണോ അല്ലാതെ ഒന്നും എനിക്കറിയില്ല. 66ാമത് സപ്താഹ യജ്ഞം ഏപ്രിൽ മാസത്തിൽ നടത്തിയ ഒരു ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ 66ാമത് സപ്താഹമാണ്. തുടർച്ചയായിട്ടാണ്. എന്നാൽ കേമായിട്ടൊരു സപ്താഹം കണക്കിൽ കൂട്ടിയിട്ടില്ല. കേമായിട്ട് കൂട്ടിയിട്ടില്ല, ചെറുതായിട്ട് കൂട്ടിയിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ കൊറോണ സമയത്ത് അവർ സപ്താഹം നടത്തിയിട്ടില്ല. പക്ഷെ ആ 7 ദിവസങ്ങളിലായിട്ട് അവിടെ ഭാഗവത പാരായണം കൃത്യമായിട്ട് നടന്നു. പക്ഷെ അത് കണക്കിൽ കൂട്ടാതെ 66ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഭാഗവതം ഇതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, എന്ന് പറഞ്ഞാൽ അരനൂറ്റാണ്ടിന് മുമ്പ് തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമ്പ്രദായത്തിലുള്ള ഭാഗവതത്തിൽ ഇത് വളരെ ഗുരുവായൂർ സമ്പ്രദായമാണെന്ന് പറഞ്ഞാലും ഭാഗവത മഹാത്മ്യത്തോടു കൂടിയിട്ട് പറയുന്ന സനകാദികൾ പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹത്വം പറഞ്ഞു തരികയാണ്. ഇന്ന് നമ്മൾ ഭാഗവത മഹാത്മ്യമാണ് കുറച്ച് പറയുന്നത്. അതെന്തുകൊണ്ടാണ് കുറച്ച് പറയുന്നതെന്ന് വിചാരിക്കണ്ട. എത്ര സമയം വേണമെങ്കിലും ഞാനിരിക്കും. ഇവിടെ 1:45 കൂടിയിട്ടാണ് യജ്ഞമണ്ഡപത്തിൽ ഞാൻ ഇറങ്ങിയത് ഇന്ന്, മണ്ണാർക്കാട് ഗോവിന്ദപുരത്തുനിന്ന്. പിന്നെ ബാക്കി എത്ര സമയം ഉണ്ടായിന്ന് അറിയാലോ. അതിനിടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചതുപോലെയാക്കി വണ്ടി വന്നു. 1 മണിക്കൂർ വണ്ടിക്കാരോട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ തയ്യാറായിട്ട് ഇതൊക്കെ ഒന്ന് വാരി വലിച്ച് എടുത്തിട്ട് വരണമല്ലോ. അപ്പോൾ തുടർച്ചയായിട്ട് വൈശാഖ മാസത്തിൽ 4 സപ്താഹം ഗുരുവായൂരിൽ നടക്കുന്നുണ്ട്. അവിടെ ഇന്നലെ ഒരു സപ്താഹം തുടങ്ങും. അടുത്ത ശനിയാഴ്ച വൈശാഖം കഴിയുന്നതോടുകൂടി ആ സപ്താഹം അവിടെ കഴിയും. 16-ന് കഴിയുമായിരിക്കും അല്ലേ? വൈശാഖത്തിൽ 4 സപ്താഹമാണ്. ഈ 4 സപ്താഹ യജ്ഞം നടത്താൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം ഉച്ചയ്ക്ക് തീർന്ന് അന്ന് തന്നെ 3 മണിക്ക് ശേഷം മഹാത്മ്യം നടത്തിയിട്ടാണ് 4 നടത്താൻ പറ്റുന്നത്. അങ്ങനെ പതിവുണ്ട് ഗുരുവായൂരിൽ വർഷങ്ങളായിട്ട്. പക്ഷെ ആ സപ്താഹത്തിനൊരു പ്രത്യേകത ഞാൻ കണ്ടത്,
നാലിനും വ്യത്യസ്ത ആചാര്യന്മാരായിരിക്കും അല്ലേ. ഇന്നലെ തുടങ്ങിയ ആചാര്യൻ തോട്ടമായിരിക്കും. മുമ്പത്തെ പഴയ പാരമ്പര്യം ഒന്നും ഇപ്പോഴും പറയുന്നില്ല, അതൊക്കെ മാറി മാറി വരും. പക്ഷെ നമുക്ക് കിട്ടിയ നിയോഗം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഞായറാഴ്ച വേണം, ഞായറാഴ്ച അവസാനിക്കണം, ഞായറാഴ്ച തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ 19-ാം തീയതി കോഴിക്കോട് തുടങ്ങി. അപ്പോൾ അത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ടാണ് വരുന്നത്. ഈ മഹാത്മ്യം എന്ന് പറയുന്നത് പത്മപുരാണം, 18 പുരാണങ്ങളുണ്ട്. അതിൽ ശ്രേഷ്ഠമായിട്ടുള്ളൊരു പുരാണമാണ് പത്മപുരാണം. പാത്മം പഞ്ചോവന ഷഷ്ടിജ, അത്രയും ശ്ലോകങ്ങളൊക്കെയുള്ള പത്മപുരാണത്തിലാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം പറയുന്നത്. അതാണ് ഭാഗവത മഹാത്മ്യം. അതിൽ സപ്താഹത്തിൻ്റെ മഹാത്മ്യവുമായി ഭാഗവതത്തിൻ്റെ മഹാത്മ്യവുമായി ആ മഹാത്മ്യമാണ് നമ്മൾ ഇന്ന് സാധാരണ അനുസ്മരിക്കുന്നത്. ഇത് പുതിയതൊന്നും അല്ലാത്തത് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതിയാവും. ഇത് എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. 17 വർഷം കേട്ടവരുണ്ടാവും അല്ലേ, കുറേശ്ശെ കേട്ടവരുണ്ടാവും. അതിലധികം എത്രയോ തവണ പലയിടത്തും പോയി കേട്ടവരുണ്ടാകും. പക്ഷേ ഭാഗവതം എത്ര കേട്ട് കഴിഞ്ഞാലും നമ്മളിവിടെ ഇന്ന് മഹാത്മ്യത്തിന് ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ വന്നത് കൊണ്ടാണോ എന്നല്ല, പുതിയതായിട്ട് തോന്നും. എപ്പോഴും മഹാത്മ്യം നടത്തുമ്പോൾ ആദ്യമായിട്ട് മഹാത്മ്യം നടത്തുന്ന പോലെ തോന്നും. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ പറയുക, വേറൊന്നും വിചാരിക്കേണ്ടതില്ല. എന്താ കാരണം എന്നറിയോ? ഈ ലോകത്തില് എത്ര തവണ കേട്ട് കഴിഞ്ഞാലും പുതിയത് എന്ന് തോന്നുന്നത്, ഓരോ തവണ കേൾക്കുമ്പോഴും പുതിയത് എന്ന് തോന്നുന്നത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ സച്ചരിത്രമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങോട്ട് സ്വധാമത്തിലേക്ക് എഴുന്നള്ളുന്ന സമയത്ത് ആ ദിവ്യ ചൈതന്യത്തെ ഭാഗവതത്തിലേക്ക് ലയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 5128 വർഷമായി ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയിട്ട്. കലിയുഗം ആരംഭിച്ചിട്ടും അത്രയും വർഷമായി എന്നർത്ഥം. അങ്ങനെയുള്ള ഈ ഭാഗവതം എത്ര കേട്ട് കഴിഞ്ഞാലും പുതിയത് എന്നാണ് പറയുന്നത്. ഒടുവിൽ പറഞ്ഞു തരും, തദേവ രമ്യം രുചിരം നവം നവം തദേവ ശശ്വൻ മനസോ മഹോത്സവം തദേവ ശോകർണവശോഷണം നൃണം യദുത്തമ ശ്ലോകയശോനുഗീയതേ. ഭഗവാന്റെ സച്ചരിത്രമാണ് അതിലൂടെ പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് പുതിയത് അത് ഒന്ന് മാത്രമേ ഉള്ളൂ. തദേവ രമ്യം രുചിരം നവം നവം. അതാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ യോഗ്യത. അതല്ലേ ഒരു മഹാത്മ്യം. ശരിക്കും മറ്റു പുരാണത്തിലൊന്നും ഇല്ലാത്തൊരു മഹാത്മ്യമാണിത്. ഈ ശ്രീമദ് ഭാഗവതം ഇവിടെ മഹാത്മ്യമായിട്ട് ആരംഭിക്കുമ്പോൾ ആദ്യം ഒരു ശ്ലോകം, ഒരു പ്രാർത്ഥന. ആദ്യത്തെ ശ്ലോകം, ആ ശ്ലോകത്തിൽ പറയുന്നത്, ഇപ്പൊ ഞാനാണ് ചൊല്ലുന്നതെങ്കിൽ ഞാൻ നമസ്കരിക്കുന്നു, ഞാൻ ചൊല്ലുന്നു എന്നല്ല പറയുന്നത്, നമ്മൾ എല്ലാവരും കൂടി നമസ്കരിക്കുന്നു. ശ്രീകൃഷ്ണായ വയം നുമാ. ഞങ്ങൾ എല്ലാവരും കൂടി നമസ്കരിക്കുമ്പോഴാണ് വയം നുമ എന്ന് പറയുക. അല്ലെങ്കിൽ ഞാൻ നമസ്കരിക്കുന്നു, നമ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മളെല്ലാവരും നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള യജ്ഞമാണ്. ഈ കലിയുഗത്തില് പണ്ട് ഭാരതത്തിലെ ഒരു പുണ്യ സങ്കേതമാണ് ഉത്തർപ്രദേശിലെ കഞ്ചിലക്കാട് നൈമിഷാരണ്യം. നൈമിഷീര്യമായ സ്ഥലം, ചക്രം പൊട്ടിത്തകർന്ന സ്ഥലമാണ് നൈമിഷാരണ്യം. അവിടെ ശൗനകാദി ഋഷീശ്വരന്മാര് ചില ചോദ്യങ്ങളൊക്കെ പുരാണാചാര്യനായ സൂതനോട് ചോദിക്കുന്നു. അതിൻ്റെ ഉത്തരമായിട്ട് കഥകൾ ഇങ്ങനെ പലതും പറയുകയാണ്. പല പുരാണങ്ങളെ കുറിച്ചൊക്കെ പറയാനിടവന്നു. അങ്ങനെയാണ് ഇവിടെ ഒരു ചോദ്യം. ഈ കലിയുഗം ആരംഭിച്ചു, ഘോരമായ കലിയുഗം ആരംഭിച്ചു. ഈ കലിയുഗത്തില് നമ്മുടെ ശരീരം എടുത്തിട്ടുള്ളവർ, പ്രത്യേകിച്ചും മനുഷ്യ ശരീരം എടുത്തിട്ടുള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റ് മൃഗങ്ങളെക്കാളും ഒക്കെ വിശേഷമായിട്ട് പ്രത്യേകതയുണ്ട്. മിണ്ടുന്ന നാവുണ്ട്, നിവർന്ന ദേഹമുണ്ട്, വിശേഷ ബുദ്ധിയുണ്ട്. ഇത് മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ഇല്ല. അതുകൊണ്ട് ഈ മനുഷ്യജന്മം സുദുർലഭമാണ്. പക്ഷെ ഇപ്പോഴും കലിയുഗത്തില് ഈ ജന്മം തന്നെ ജീവശ്ച ആസുരതാം ഗത
ജീവൻ ആസുരഭാവത്തെ പൂണ്ടിരിക്കുകയാണ്. അതായത് ആസുര ശക്തി ആരെ നയിച്ചു കൊണ്ടുപോകുന്നു? മനുഷ്യരെ, കലിയുഗത്തിലുള്ള മനുഷ്യരെ നയിച്ചു കൊണ്ടുപോകുന്നു. അതിൻ്റെ സ്വഭാവമൊക്കെ എല്ലായിടത്തും കാണും. നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ ആളുണ്ടാവില്ല, അത് വേണ്ടതുപോലെ ഉൾക്കൊള്ളില്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കില്ല. ഇതൊക്കെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ പറയുന്നതാണ് കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്. ഇതിലുള്ളത് പറയുക, ഉള്ളത് പറയണ്ടേ. ക്ഷമ തൊട്ടുള്ള സൗശീല്യമുള്ളോർക്കെങ്ങും അനാദരം, എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടർക്കെമ്മട്ടിലും ജയം. ചതിവഞ്ചന, കൈക്കൂലി, കൊലപാതകം, ഏഷണി, പക തൊട്ടുള്ള പലതും പരന്നു പാരിലിങ്ങനെ. ETC ഒരു കുത്തിട്ട് വെച്ചാൽ മതി. കുറേ ശ്ലോകം ഇനി ചൊല്ലാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട്. ഇതുപോലെയാണ് കലിയുഗത്തിൻ്റെ പ്രഭാവം ഉണ്ടായത്. ഇന്ന് പറഞ്ഞതല്ല കേട്ടോ, 26 പറഞ്ഞതല്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ് താമരശ്ശേരി മുരളി എന്ന് പറയുന്ന കൃഷ്ണൻ ഭട്ടതിരിയുണ്ട്, ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തനായിട്ട് അദ്ദേഹം കുറേ ഭാഗവതമൊക്കെ അദ്ദേഹം എഴുതിയ കൃഷ്ണ കഥാമൃതത്തിലുള്ളതാണ് വരി. അതിൻ്റെ യാഥാർത്ഥ്യം കാണണമെങ്കിൽ ഈ മൂലം ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇവിടെ ചോദ്യം എന്താണ്? ശൗനകാദികളുടെ ഇങ്ങനെ ഈ കലിയുഗത്തിൽ എവിടെയും ശാന്തി ഇല്ല, മനസ്സമാധാനമില്ലാത്ത ഒരു കാലഘട്ടമാണ് കലിയുഗം. മനസ്സിന് സമാധാനമില്ല, ശാന്തി ഇല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. പണം ഉണ്ടായിട്ടും പ്രതാപം ഉണ്ടായിട്ടും സ്വത്തുണ്ടായിട്ടൊന്നും കാര്യമില്ല. എത്രയെത്രയോ സ്വത്ത് എവിടെയൊക്കെ ഉണ്ട് എന്ന് അനുയായികൾക്ക് പോലും അറിയാത്ത അത്രയും സ്വത്ത്. ഏതൊക്കെ തരത്തിലാണ് വരുമാനം അവനവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്, അല്ലാതെ കെട്ടുകണക്കിന് വരുന്നതെന്ന് അറിയാത്ത ആള്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാർ, ഏത് ഭാഗത്തേക്ക് പോകണമെങ്കിൽ അതിനനുസരിച്ച് വണ്ടി സൗകര്യങ്ങളൊക്കെ ഉള്ള ആള് ഒരു ദിവസം സ്വന്തം തോക്ക് കഴുത്തിൻ്റെ നേരെ കീഴ്പ്പെട്ട് അമർത്തിപ്പിടിച്ചിട്ട് ജീവനെ ഉപേക്ഷിക്കുന്ന കഥ നമ്മൾ കേൾക്കുന്നുണ്ടാവില്ലേ? ഉണ്ടാകും. എല്ലാ തരത്തിലും എന്താ പറയാ, ഈ സർവശാസ്ത്ര വിദഗ്ധൻ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് സർവകലാവല്ലഭൻ അങ്ങനെയൊക്കെ പറയുന്നില്ലേ? അങ്ങനെ എല്ലാ കഴിവുകളുണ്ട്, സർക്കാർ ജോലിയുണ്ട്, വീടുകളുണ്ട്, നിലകളുണ്ട്, ഫ്ലാറ്റുകളുണ്ട്. ഒരു ദിവസം വേറൊരു സ്ഥലത്ത് പോയി അവിടെ ഫ്ലാറ്റിൽ നിൽക്കും, അവിടെയുണ്ട് സ്വന്തം ഫ്ലാറ്റ്. പക്ഷെ ഒരു ദിവസം ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുള്ള വരുമാനത്തെ കണക്ക് കൂട്ടുമ്പോൾ 70 കോടിയിലധികം ഉണ്ട്. അപ്പൊ ഇതൊന്നും ഉണ്ടായിട്ടും സമാധാനം കിട്ടുന്നില്ല. പണവും പ്രതാപവും നേടിയെടുത്തു പണി ചെയ്തു ജന്മം കളയുന്നു കഷ്ടം. അവസാനമെല്ലാം കൈവെടിഞ്ഞയ്യോ 6 അടി മണ്ണിൽ എരിഞ്ഞെരിഞ്ഞടങ്ങുന്നീ മനുഷ്യനായി എന്തിനീ മണ്ണിൽ പിറന്നു. മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്. മനസാക്ഷിയുള്ളവരോടൊരു ചോദ്യം. ഈ കലിയുഗത്തിൽ കാലസർപ്പത്തിന്റെ പിടിയിൽ ആയുസ് എപ്പോഴാണ് കഴിയുന്നതെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ക്ഷണികമായി ജീവിതം നയിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മനഃശുദ്ധി ഉണ്ടാക്കിയെടുക്കുക. മനഃശുദ്ധി വളരെ പ്രധാനമാണ്. ശരീരശുദ്ധിയേക്കാൾ പ്രധാനം ഏതാണ്? മനഃശുദ്ധിയാണ്. മനഃശുദ്ധി ഇല്ലെങ്കിൽ, കാരണം മനസ്സിലാണ് ഭഗവാൻ കുടികൊള്ളുന്നതാണ്. കയ്യിൽ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുക, ഭഗവാനെ ഇവിടെ പിടിച്ചു നിർത്തുക, ഇവിടെ ഒട്ടിച്ചു വെക്കുക, ഇവിടെ ഇങ്ങനെ വരച്ചു വെക്കുക, അതൊക്കെ ഇപ്പോഴും തുടങ്ങിയതാണ്. മനസ്സിലായില്ലോ? ശരിക്കും എവിടെയാണ്? മനസ്സിലല്ലേ കുടികൊള്ളുന്നത് ഭഗവാൻ? ആണോ അല്ലയോ? അതെ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ. മനസ്സിലാണ്. പണ്ട് മണ്ഡലകാലത്ത്, മണ്ഡലകാലം അറിയില്ലേ? അയ്യപ്പൻ്റെ ശരണം വിളി തുടങ്ങുന്ന സമയം, മണ്ഡലം കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിയും. ആ മണ്ഡലകാലത്ത് ഒരു പാട്ട് കേട്ടു. മനസ്സിനുള്ളിൽ
ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന്. മനസ്സിനുള്ളിൽ മഹിമകൾ വന്നാൽ മഹേശ്വരൻ വരുമെന്ന്, മണികണ്ഠൻ വരുമെന്ന്. പിന്നെ ETC ഒരു കുത്തിട്ടാൽ മതി, പിന്നെ എല്ലാവരും വരും അല്ലേ. ആദ്യം ആരെയാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത്? ഭഗവാനെ കുടിയിരുത്തണം. മനസ്സിലാണ് ഭഗവാൻ കുടിയിരിക്കേണ്ടത്. മനസ്സിൽ കുടിയിരിക്കണം. അവിടെ പരിശുദ്ധി വേണ്ടേ? ശുദ്ധി നടത്തിയിട്ട് ഇല്ലേ, ശുദ്ധി നടത്തിയ ശേഷമാണ് നമ്മൾ അടുത്ത ചടങ്ങുകൾ നടക്കുക. അപ്പൊ ആ ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം എന്ന് ചോദിക്കുന്നു. ഈ ചോദ്യത്തിനൊക്കെ ഉത്തരമായിട്ടാണ് പറയുന്നത്, ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേൽ. മനഃശുദ്ധി ഉണ്ടാക്കാൻ കലിയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യ ചൈതന്യം ലയിപ്പിച്ചിരിക്കുന്ന പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി ശ്രീമദ് ഭാഗവതാഖ്യോയം. ശ്രീമദ് ഭാഗവതം എന്നു പേരുള്ള ആ പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപത്തെ ആശ്രയിക്കാൻ ഇടവരിക, ശ്രവണം ചെയ്യാൻ ഇടവരിക. നാമാനി ഗീതാനി തദർത്ഥകാനി. നാമങ്ങളും ഗീതങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടാൻ ഇടവരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവത മഹാത്മ്യം ഇവിടെ ആരംഭിച്ചു. കുറച്ച് മഹാത്മ്യം നമുക്കൊന്ന് പറയണം. അതിൽ ഈ ഭാഗവതം 7 ദിവസങ്ങളിലായിട്ടാണ് നടത്തുക. അതാണ് സപ്താഹം എന്ന് പറയുന്നത്. ഇതിന്റെ സമ്പ്രദായമാണ് പറയുന്നത്. ആരെങ്കിലും 8 ദിവസം നടത്തുന്നുണ്ടെങ്കിൽ അതിനൊന്നും ഭാഗവതം ഉത്തരവാദിയല്ല, ഇത് പറഞ്ഞു തന്നാൾ ഉത്തരവാദിയല്ല. സപ്താഹം എന്ന് പറഞ്ഞ 7 ദിവസമാണ്. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ ഈ 9 ദിവസം കൊണ്ട് നടത്തുന്നതിന് നവാഹം എന്ന് പറയും. 11 ദിവസം നടത്തുന്നതിന് ഏകാദശാഹം എന്നൊക്കെ പറയും. പല പേരുകളിലും അറിയപ്പെടും. പക്ഷെ ഭാഗവതം, ശ്രീമദ് ഭാഗവതം മൂലം സപ്താഹം നടത്തേണ്ടത് 7 ദിവസങ്ങൾ കൊണ്ടാണെന്ന് നമ്മുടെ ആചാര്യന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സനകാദികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് വിപരീതമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അവരൊന്നും അംഗീകരിക്കുന്നില്ല എന്നർത്ഥം. ഞങ്ങൾക്കറിയാം, നിങ്ങൾ പഠിപ്പിക്കേണ്ടെന്ന് ഗുരുക്കന്മാരോട് പറയുന്ന സമ്പ്രദായം. സപ്താഹം എങ്ങനെ ആയതെന്ന് ചോദിച്ചു. അതിനുത്തരം പറയുന്നത്, പണ്ട് പാണ്ഡവരുടെ വംശത്തിന്റെ അങ്കുരമായിട്ട് അർജുനന്റെ പുത്രനായ അഭിമന്യുവിന്റെ ഭാര്യയായിട്ടുള്ള ഉത്തരാദേവി പൂർണ്ണ ഗർഭിണിയായിട്ട് കഴിഞ്ഞുകൂടുന്ന സമയത്ത് അഭിമന്യു അതിനിടയിൽ യുദ്ധക്കളത്തിൽ മരിച്ചിരുന്നു. ഈ വയറ്റിലുള്ള കുട്ടിക്ക് വേണ്ടി ആശ്രയമായിട്ട് കഴിഞ്ഞുകൂടുകയായിരുന്നു. പക്ഷേ ആ കുട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു അശ്വത്ഥാമാവ്. പക്ഷേ ആ അസ്ത്രത്തിൽ നിന്നും ഭഗവാൻ സുദർശനം കൊണ്ട് അകത്ത് കയറിയിട്ട് രക്ഷിച്ചു എന്നുള്ളൊരു കഥയുണ്ട്. അങ്ങനെ ഭഗവാനാൽ രക്ഷിക്കപ്പെട്ട ആ കുട്ടിയുടെ പേര് അറിയപ്പെട്ടത് വിഷ്ണുരാധൻ എന്നാണ്. ആ വിഷ്ണുരാധൻ ക്രമേണ പരീക്ഷിത്ത് എന്ന് അറിയപ്പെട്ടു. അതിനുള്ള കാരണങ്ങളൊക്കെ നാളെ വിസ്തരിച്ച് വർണ്ണിക്കും. ആ പരീക്ഷിത്ത് മഹാരാജാവ് ഭാരത ചക്രവർത്തിയായിട്ട് ഒരുപാട് കാലം രാജ്യം ഭരിച്ചു. വിവാഹമൊക്കെ കഴിഞ്ഞു. ജനമേജയം തുടങ്ങിയിട്ടുള്ള കുട്ടികളോടുകൂടി കഴിഞ്ഞുകൂടി. പക്ഷേ അതിനിടയിൽ ഈ രാജ്യം ഭരണം തുടങ്ങുന്ന സമയം മുതലേ അദ്ദേഹത്തിന് ബന്ധുക്കളായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. മുത്തശ്ശന്മാരൊക്കെ പോയി. പാണ്ഡവരൊക്കെ മഹാപ്രസ്ഥാനം കഴിഞ്ഞു. പിന്നെയും അദ്ദേഹം ജീവിച്ചു, ഭരണം നടത്തി. അന്നത്തെ ഭാരതഭൂമിയിൽ ഭരിച്ചു എന്നാണ് പറയുന്നത്. ഇന്നുള്ള അയൽ രാജ്യങ്ങളൊക്കെ അന്ന് ഭാരതത്തിലായിരുന്നു. പിന്നെ അവരവരുടെ സൗകര്യത്തിന് മുറിച്ചു കൊടുത്തതാണ്. ഭരണത്തിന്റെ സൗകര്യത്തിനോ അധികാരത്തിന്റെ സൗകര്യത്തിനോ ഒക്കെ മുറിച്ചു കൊടുത്തു. പക്ഷെ ഇത് പറയുന്നത് ഭാരതമാണ്, ഇന്ത്യയുടെ കാര്യമല്ല. അന്നത്തെ ഭാരതം മുഴുവനും പടർന്നു പന്തലിച്ച ചക്രവർത്തി സ്ഥാനത്തിന്റെ അധിപതിയായ പരീക്ഷിത്ത് മഹാരാജാവ് കലിയുഗം ആരംഭിച്ചപ്പോൾ കലിയുമായിട്ട് ബന്ധപ്പെട്ടു. കലിയെ രക്ഷിച്ചു, നാടുകടത്തി, പ്രത്യേക സ്ഥാനം കൊടുത്തു. ആ കലിബാധ പരീക്ഷത്തിന് ബാധിച്ചു. സ്വർണം രത്നങ്ങളൊക്കെയുള്ള കിരീടത്തില്, ഈ സ്വർണത്തിലും രത്നത്തിലൊക്കെ എന്തുണ്ട്, സമ്പത്തില് കലിക്ക് സ്ഥാനമുണ്ട്. അതാണ് ഈ കനകം മൂലം കലഹം എന്ന് പറയുന്നത്. പരീക്ഷിത്ത് മഹാരാജാവ് ഈ കിരീടമൊക്കെ ധരിച്ച് നായാട്ടിനായിട്ട് കാട്ടിൽ പോയ സമയത്ത് ദാഹജലത്തിനായിട്ട് ആശ്രമത്തിലേക്ക് ചെന്നു. ശമീക മഹർഷി അവിടെ കണ്ണടച്ചിരിക്കുകയായിരുന്നു, വെള്ളം കൊടുത്തില്ല. ക്രോധം വന്നു, ദേഷ്യം വന്നു, കലി ബാധിച്ചു പരീക്ഷത്തിന്. പരീക്ഷിത്ത് അപ്പോഴത്തന്നെ ഇദ്ദേഹത്തിന്റെ കഴുത്തില് ചത്ത പാമ്പിനെ വില്ലിന്റെ തലപ്പ് കൊണ്ട് ഇങ്ങനെ കോരിയിട്ടു.
അദ്ദേഹം എന്നിട്ടൊന്നും അറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ പുത്രൻ മുനികുമാരന്മാര് കുറെ പേര് ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പുത്രൻ ഉണ്ടായിരുന്നു. ആ ഉണ്ണി ഇത് കണ്ടിട്ട് പരീക്ഷത്ത് രാജാവായാലും ശപിച്ചു. അവർക്കൊക്കെ തപശക്തിയുണ്ട്. എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ട ഇദ്ദേഹത്തിന് എത്ര കേമനായാലും 7-ാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. തക്ഷകൻ വലിയൊരു പാമ്പാണ് അല്ലേ, അഷ്ടനാഗങ്ങളിൽ ഒരു കേമനാണ്. അങ്ങനെയുള്ള തക്ഷകൻ കടിച്ച് മരിക്കാൻ വരട്ടെ എന്നുള്ള ശാപം പരീക്ഷത്ത് അപ്പോഴറിഞ്ഞില്ല. കൊട്ടാരത്തിലേക്ക് പോയി പശ്ചാത്താപത്തോടു കൂടിയിട്ടാണ് പോയത്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നി. പരീക്ഷത്തിന്റെ ഭാഗത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അദ്ദേഹം മിടുമിടുക്കനാണ്, എല്ലാ തരത്തിലും യോഗ്യതയുണ്ട്. ഈ അച്ഛൻ, അതായത് മകനൊക്കെ വന്ന് അച്ഛനെ വിളിച്ചു ഉണർത്തിയിട്ട് പറഞ്ഞു, അച്ഛന്റെ കഴുത്തിൽ എന്താണെന്ന് നോക്കിയോ? നോക്കി, അതായത് അതങ്ങ് എടുത്ത് കളഞ്ഞാൽ പോരെ എന്നാ പറഞ്ഞ. അദ്ദേഹത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് പരീക്ഷത്ത് ചക്രവർത്തിയാണ് ഇട്ടത്. പരീക്ഷത്ത് അങ്ങനെ ഇടാൻ സാധ്യതയില്ലോ, ഞാൻ അറിഞ്ഞില്ല. ഇനി അദ്ദേഹമാണ് ഇട്ടതെങ്കിലും എന്താ പറ്റിയെന്നറിയില്ല. അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, അയോഗ്യനാണെന്നാണ്. പരീക്ഷത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഒരു സമയദോഷം എല്ലാവർക്കും ബാധിക്കാറുണ്ട്. പരീക്ഷത്തിന് കലി ബാധിച്ചു. ആ കലിബാധ കൊണ്ടാണ് ഇങ്ങനെ തോന്നിയത്. പക്ഷേ ഏതായാലും ശപിച്ചു കഴിഞ്ഞു. ആ കുട്ടിയെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു സന്യാസി, ഒരിക്കലും നീ ഇങ്ങനെ ചെയ്യരുത് പരീക്ഷത്തിനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ശപിച്ചുപോയി. ഇത് ഈ അമ്പ് തൊടുത്ത് വിട്ടതുപോലെ പിന്നെ തിരിച്ചെടുക്കാൻ പ്രയാസമാണ്. വിട്ടു വാക്ക് പുറത്തേക്ക്. ഈ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞ് മുനികുമാരന്മാരെ അറിയിച്ചു. പരീക്ഷത്ത് മഹാരാജാവ് അത് കേട്ടതോടു കൂടിയിട്ട് അപ്പോൾ തന്നെ എല്ലാം ഉപേക്ഷിച്ചു. എല്ലാം ഉള്ള ആള് എല്ലാം ഉപേക്ഷിക്കണം, ഒന്നുമില്ലാത്ത ആൾ എല്ലാം ഉപേക്ഷിച്ചു. നാളെ പരസ്യം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പരീക്ഷത്തിൽ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ഉപേക്ഷിച്ചു. കാരണം എന്താണെന്നറിയോ? തനിക്ക് ഈ ശാപം കിട്ടാൻ കാരണം എൻ്റെ അഹംഭാവമാണ്, ഞാനെന്ന ഭാവമാണ്. ഈ ഞാനെന്ന ഭാവം, രാജാവെന്ന ഭാവമൊക്കെ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ കൊട്ടാരവും ഈ സിംഹാസനവും ചെങ്കോലും അധികാരവും ഖജനാവും സൈന്യാധിപന്മാരും സൈന്യങ്ങളും നാട്ടുകാരും ഒക്കെ തന്നോടൊപ്പം ഉണ്ട് എന്നുള്ള അഹംഭാവമാണ് തനിക്കിതിന് കാരണമായതെങ്കിൽ ഞാൻ അത് മുഴുവൻ ഉപേക്ഷിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഗംഗയുടെ തീരത്ത് വന്ന് പരീക്ഷത്ത് മഹാരാജാവ് ഗംഗാനദിയെ സാക്ഷിയാക്കിക്കൊണ്ട് കിഴക്കോട്ട് അഗ്രമായിട്ട് തെക്കേക്കരയിൽ ദർഭ വിരിച്ച് വടക്കോട്ട് മുഖമായിട്ടിരിക്കുന്നു. പ്രായോപവേശമെന്ന ഒരു വ്രതം. മരണം വരെയും ജലപാനം പോലും ഇല്ലാത്ത വ്രതമാണ് പ്രായോപവേശം. അങ്ങനെയുള്ള വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് പരീക്ഷിത്ത് അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് അനേകം യോഗീശ്വരന്മാരെത്തി, നാട്ടുകാരെത്തി, എല്ലാവരും വന്നിരുന്നു. പരീക്ഷത്തിന് ഒറ്റൊരു ചിന്തയുള്ളൂ, എനിക്ക് 7 ദിവസം ആയുസ്സുണ്ട്. ഈ 7 ദിവസം കൊണ്ട് ഭഗവാന്റെ സച്ചരിത്രങ്ങൾ പാടിക്കൊണ്ട് എൻ്റെ മരണസങ്കടത്തിൽ നിന്ന് അന്ത്യനിമിഷത്തിൽ എന്നെ മോചിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് എല്ലാവരോടും ആയിട്ട് പറഞ്ഞു. അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എത്തിയ യോഗ്യൻ ശ്രീശുക ബ്രഹ്മർഷിയാണ്. വ്യാസപുത്രൻ, ബാദരായണന്റെ പുത്രൻ, മഹായോഗ്യനാണ്. അദ്ദേഹത്തെ കുറിച്ച് നാളെ പറയുന്നതാണ്. അദ്ദേഹം അവിടെ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തോട് ചോദ്യമൊക്കെ ചോദിച്ചു. ആർക്കും ഉത്തരം പറയാൻ പറ്റിയില്ല. മൃത്യുഞ്ജയ ഹോമം ആയാലോ, ആയുസ് കുറവുണ്ടെങ്കിൽ എന്നൊക്കെയല്ലേ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക കർമ്മകാണ്ഡത്തിൽ. പക്ഷേ ശുഗബ്രഹ്മർഷി ഇതെല്ലാം വിട്ടിട്ടുള്ള ആത്മാരാമനാണ്, ആനന്ദരമണനാണ്. അദ്ദേഹം അപ്പോഴേ തന്നെ പറഞ്ഞു, ഒന്നുകൊണ്ടും അങ്ങ് പേടിക്കേണ്ടതില്ല. എന്തുകൊണ്ട്? അങ്ങേക്ക് 7 ദിവസം ആയുസ്സുണ്ട്. സപ്താഹം ജീവിതാവധി. ഇപ്പൊ മനസ്സിലായോ? സപ്താഹം എന്ന് പറഞ്ഞാൽ 7 ദിവസം എന്നാണ് അർത്ഥം. അപ്പൊ 7 ദിവസം അങ്ങേക്ക് ആയുസ്സുണ്ട്. ഈ 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം? അങ്ങേ ഞാൻ മരണഭയത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. അതിനെന്താ? ധൈര്യം എന്നല്ലേ? ഒരാൾക്കൊരു ധൈര്യം പറയണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? ധൈര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്താണ് ധൈര്യം? ശുഗബ്രഹ്മർഷി പറഞ്ഞു, ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമ ശ്ലോകചരിതം. ഭാഗവതം എന്ന് പേരായ ഒരു പുരാണമുണ്ട്. ആ പുരാണം ഞാൻ അങ്ങേക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഉപദേശിച്ചു തരാം. അപ്പോഴേക്കും അങ്ങയുടെ മരണഭയം നീങ്ങിക്കിട്ടും. ഇത് കേട്ടിട്ട് ആരും വിചാരിക്കരുത് ഭാഗവതം കേട്ടാൽ മരിക്കില്ല എന്നൊന്നും അല്ല പറഞ്ഞത് കേട്ടോ. ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞില്ല, മരണഭയത്തിൽ നിന്ന് മോചനം നിന്ന്. നമുക്ക് ഈ മരണഭയമുള്ളത്.
മരണത്തെ ഭയപ്പെടാതെ സ്വീകരിക്കുന്നവരുണ്ട്. എങ്ങനെ? ഇപ്പോഴത്തന്നെ കത്തിയെടുത്തിട്ട് സ്വയം ഇങ്ങനെ കുത്തുന്നതിന് അയാൾക്ക് മരണഭയമുണ്ടോ? ഇല്ല. മരണഭയം ഇല്ലാത്തവർ പലതരത്തിലുണ്ട്. ദൈവത്തെ ആശ്രയിക്കുന്നവർ മാത്രമല്ല മരണഭയം ഇല്ലാത്തവരുണ്ട്. ഈ മരണഭയം ഇല്ലാതിരുന്ന ഒന്നും പേടിക്കണ്ട. ചില ആളുകൾ പരമാവധി എന്താ പറയുക, അങ്ങ് പോകും, ഇത്രയുള്ളൂ, എനിക്കൊന്നും പേടിയില്ല എന്ന് പറയുന്നത് കേട്ടില്ലേ? അതാണ് മരണഭയം ഇല്ലാത്ത അവസ്ഥ. പക്ഷെ പരീക്ഷത്തിനോട് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ടില്ല, ഈ ഭാഗവതം കേട്ടാൽ മതി, മരണഭയം നീങ്ങും, മരിക്കാതിരിക്കില്ല കേട്ടോ. ഇനി അത് വിചാരിച്ചിട്ട് സപ്താഹത്തിൽ പറഞ്ഞു. ആദ്യമൊക്കെ അങ്ങനെ പറഞ്ഞു, 7-ാം ദിവസം ഇങ്ങനെയും പറഞ്ഞു. എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ധാരണ. അല്ല, മരണഭയമാണ് നമ്മൾക്കൊക്കെയുള്ള പ്രശ്നം. ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്തുകൊണ്ടെന്നറിയോ? നേരത്തെ പറഞ്ഞത് അതാണ്. ഈ ലോകത്തിൽ ആർക്കാണ് കൃത്യമായിട്ടുള്ള ആയുസ് പ്രവചിക്കാൻ പറ്റുമോ? ഇല്ല, ആർക്കും പറ്റില്ല. കൃത്യമായിട്ട് നിങ്ങൾ ഇത്ര കാലം ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കും എഴുതി കൊടുക്കാൻ പറ്റുമോ? ജാതകത്തിൽ എഴുതി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഡോക്ടർമാർക്ക് പറ്റുമോ? ഇല്ല. അടുത്ത ആഴ്ച വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്ത് എത്രയോ പേർക്ക് എഴുതി ആ കുറിപ്പും മരുന്നൊക്കെ ആയിട്ട് കാസർഗോഡ് കഴിഞ്ഞ ആഴ്ച പോകുമ്പോഴേക്കും, കഴിഞ്ഞ ആഴ്ച അല്ല, അതിന് മുമ്പത്തെ ആഴ്ച പോകുമ്പോഴേക്കും ബോർഡൊന്നും കാണുന്നില്ല. നോക്കുമ്പോഴേക്കും ഒരു 5000 ആളുണ്ട് അവിടെ. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ഡോക്ടർ പോയി 2 ദിവസമായി, മറ്റന്നാൾ വന്നോളൂ, അന്ന് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറയട്ടെ, റിപ്പോർട്ടും കൂടെ കൊണ്ടുവന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? ഇല്ല. നളിനീദളഗത ജലമതി തരളം തദ്വജീവിതം അതിശയ ചപലം വിധിവ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ജസമസ്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ശിഷ്യഗണങ്ങൾക്ക് ശങ്കരാചാര്യര് സ്വാമികള് കാശിയിലെ ആ ഘാട്ടിൽ വെച്ചിട്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ആയുസിന്റെ പ്രമാണമൊന്നും മനസ്സിലാക്കാതെ ഒക്കെ ശാശ്വതമാണെന്ന് വിചാരിച്ചിരിക്കുന്നവരോട് പറയുന്നു, താമര ഇലയുടെ മുകളിൽ, വെള്ളത്തിന്റെ മുകളിലുള്ള താമര ഇലയുടെ മുകളിൽ ഒരു തുള്ളി വെള്ളമുണ്ടോ? എങ്ങനെ ഉണ്ടാവും അതിന്റെ ക്ഷണികത എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ ഒന്നനങ്ങിയ തീരുന്നില്ലേ? ഇതുപോലെ അതിശയ ചപലമാണ് ആയുസ്, ക്ഷണികമാണ്. ഈ ആയുസ്സിനിടയില് കുറച്ച് സമയമെങ്കിലും നമുക്ക് ഈശ്വര ചിന്തയോടുകൂടി കഴിഞ്ഞുകൂടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് പുണ്യം. അങ്ങ് ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. എന്താണ്? അങ്ങേക്ക് 7 ദിവസം ആയുസ്സുണ്ട്, കുറയില്ല, കൂടുതലില്ല. ശാപം കിട്ടിയത് കൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. ഞാനെന്ത് ചെയ്യാം? ഈ ശ്രീമദ് ഭാഗവതി വാർത്ത സുരാണാമപി ദുർലഭ, ദേവന്മാർക്ക് പോലും കിട്ടാത്ത ശ്രീമദ് ഭാഗവതം ഇവിടെ ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചു തരാം. 7 ദിവസങ്ങളിലായിട്ട് ധൈര്യമായിട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞ് പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം ഉപദേശിക്കാൻ തയ്യാറായി ശുഖബ്രഹ്മർഷി. ഇവിടെ സുരാണാമപി ദുർലഭ എന്നുള്ളതിന്റെ വ്യാഖ്യാനാണ് അടുത്തതായിട്ട് പറയുന്നത്. അതെന്താ? ദേവന്മാർക്ക് പോലും കിട്ടാത്തതാണ് ഭാഗവതം എന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയോ? പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം ഉപദേശിക്കാൻ, എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണ് കേട്ടോ, ഒന്നുകൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഈ ഓർമ്മപ്പെടുത്തലാണ് ഭാഗവതം. കഴിഞ്ഞ വർഷം നടത്തിയെന്നല്ലേ, അത് ഒന്നുകൂടും ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷത്തിന് ഉപദേശിക്കാൻ തയ്യാറായിട്ട് ഇതാ ധ്യാന ശ്ലോകമൊക്കെ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ഇങ്ങനെ നിവർന്നിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് എന്തോ ഒരു സംഭവം, ഒരു വലിയ വിമാനം ഇവിടെ വന്ന് നിന്നു. ദിവ്യരഥം പോലെയുള്ള ഒരു വിമാനം. ദേവന്മാരാണ് അതിൽ നിന്ന് ഇറങ്ങി വന്നത്. ദേവേന്ദ്രനുണ്ട്, മുന്നിൽ തന്നെ ഉണ്ട്. ഒരു ദേവന്റെ കയ്യിൽ, ദേവന്മാരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വഴി ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ നാട്ടുകാരാണോ ദേവന്മാരാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കാലിങ്ങനെ നോക്കിയാൽ മതി എന്നാണ്. കാല് ഭൂമിയിൽ സ്പരിശിക്കുന്നുണ്ടെങ്കിൽ അവർ ദേവന്മാരല്ല. ഭൂമിയിൽ പാദം സ്പരിശം ഇല്ലെങ്കിൽ അവരാണ് ദേവന്മാരായിരിക്കും. അത് നോക്കിയിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു ദേവന്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരു കുംഭമുണ്ട്. നല്ല പൂർണ്ണ കുംഭമൊന്നുമില്ല, അതിൽ അമൃതാണുള്ളത് കേട്ടോ. അമൃത കുംഭമാണ്. ഏതായിരിക്കും മൂർത്തി? ധന്വന്തരിയായിരിക്കും മിക്കവാറും. അങ്ങനെ അമൃത കലശമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. മറ്റു ദേവന്മാരൊക്കെ സഹായത്തിനും വന്നിട്ടുണ്ട്. എന്നിട്ട് അവര് പറഞ്ഞു, ഇപ്പോ പരീക്ഷത്തിനെ പാമ്പ് കടിക്കുമ്പോൾ 7-ാം ദിവസം മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഇപ്പൊ കഷ്ടപ്പെടുന്നത്.
ഈ തീരെ തന്നെ രാവും പകലും ഇരിക്കണം, 7 ദിവസം കഷ്ടപ്പെടണം, എന്നിട്ട് നേരെയാവും തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ മിടുക്കന്മാരായിട്ട് നടക്കുന്നത് തന്നെ ഈ അമൃത് കഴിച്ചിട്ടാണ്. ഇതിൽ നിന്ന് ഒരു സ്പൂൺ അങ്ങോട്ട് കഴിക്കുക. ഒരു സ്പൂൺ എന്ന് പറഞ്ഞു, കരണ്ടി എന്ന് പറഞ്ഞോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. സ്പൂണ് പിന്നല്ലേ വന്നത്, നമ്മൾ പറയുമ്പോൾ അങ്ങ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഒരു കരണ്ടി അല്ലെ, എങ്ങനെയല്ലേ പറയാം? ഒരു സ്പൂണിന് പഴയ കാലത്ത് അങ്ങനെ പറയും കേട്ടോ. ഒരു കരണ്ടി അതങ്ങ് കഴിക്കുക. പരീക്ഷത്തിൽ കഴിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ഇരുന്നാൽ മതി, പിന്നെ ഒന്നും വേണ്ട. പിന്നെ പരീക്ഷത്തിന് മരണം ഉണ്ടാവില്ല, അമരനായിത്തീരും. മൃത്യോർമ അമൃതം ഗമയ, ഇതാണ് പറഞ്ഞത് പരീക്ഷത്തിനോട്. ഇത് കേട്ട് കഴിഞ്ഞാൽ പരീക്ഷത്തിന് ഉത്സാഹം വരും. ശുഖബ്രഹ്മർഷിക്കും തോന്നും എന്നാ വേഗം ഇത് കഴിഞ്ഞിട്ടങ്ങ് പോവാ നമുക്ക് വിചാരിക്കില്ലേ? അതൊന്നും തോന്നിയില്ല. ശുഖബ്രഹ്മർഷി മറുപടി പറഞ്ഞു, കാക്കപ്പൊന്നും പൊന്നും തമ്മിൽ എന്താണ് ബന്ധം? ഇത് തമ്മിൽ എങ്ങനെയാ താരതമ്യം ചെയ്യാം? കാക്കപ്പൊന്നു എന്ന് പറഞ്ഞാൽ മുക്ക് കാണല്ലേ, ബാങ്കിൽ മുക്ക് പണ്ടെന്നൊക്കെ കേട്ടില്ലേ, അത് തന്നെയാണ് കാക്കപ്പൊന്ന്. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ സ്വർണത്തിന് നല്ല വിലയുണ്ട് ഒരു കമ്മലിനെങ്കിൽ ഇത് ചെറിയ കാശിന് കിട്ടുന്നതാണ് ഈ മുക്ക് എന്ന് പറയുന്ന സാധനം അല്ലേ. ഇതിനേക്കാളും തിളക്കം ഉണ്ടാവും, ഇതിനേക്കാളും യോഗ്യത ഉണ്ടാവും. ഇട്ടിട്ട് പോയാൽ ചിലപ്പോഴും പിടിച്ചു പറിച്ചൊന്നും വരും സ്വർണ്ണമാണെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയൊക്കെ അവർക്ക് അപകടം പറ്റാറുണ്ട്. അതാണ് മുക്ക്. വില എത്രയേ ഉള്ളൂ, എന്നാൽ തനി തങ്കത്തിന്റെ വില എത്രയാണ്? ഇതുപോലെയാണ് ഭാഗവതവും. ഇത് ദേവലോകത്തുള്ള അമൃതും. ദേവലോകത്തുള്ള അമൃത് സുധ മുക്കിന് തുല്യമാണെങ്കിൽ ഈ ഭാഗവതാമൃതം ഏതിന് തുല്യമാണ്? തങ്കത്തിന് തുല്യമാണ്. കാരറ്റ് തീർന്നിട്ടുള്ള തങ്കത്തിന് തുല്യമാണ്. അതും തമ്മിൽ രണ്ടും ഒരുപോലെ പറയാൻ പറ്റുമോ? പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, കടലും കടലാടി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് അത്രേ. നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറിയൊരു ചെടിയാണ് കടലാടിയെങ്കിൽ കടൽ എവിടെയാണ്? വല്ല ബന്ധമുണ്ടോ? ഇതുപോലെയാണ് നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞു. ദേവന്മാരാകെ വല്ലാതായി. പ്രതീക്ഷയൊക്കെ ആയിട്ടാണ് വന്നത്, നടന്നില്ല. തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളൂ കേട്ടോ. ദേവലോകത്തേക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ കാര്യം എന്നറിയോ? ഈ അമൃത് തന്ന് പരീക്ഷത്തിനെ രക്ഷപ്പെടുന്നതിന് പകരം ഞങ്ങൾക്ക് ഭാഗവതം വേണമെന്ന് പറഞ്ഞു എന്നാണ്. അതാ കാരണം. പകരം പണ്ട് കാലത്തെ ഈ മാറ്റമാണ്. പല സ്ഥലത്തും ഈ ജംഗ്ഷനുകളിലൊക്കെ പണ്ട് കാലത്ത് വിഷുവിന്റെ തലേന്നൊക്കെ സാധനങ്ങൾ ഉണ്ടാവും. നമ്മൾ കൊണ്ടുപോയ മത്തൻ അവിടെ കൊടുക്കുക, 2 വെള്ളരിക്ക എടുത്ത് വരാം. സാധന കൈമാറ്റം പല സ്ഥലത്തും ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതുപോലെയാണ് ഇത് വന്നത്. ഈ അമൃത് ഒരു സ്പൂണേ കൊടുക്കുള്ളൂ, അതിന് പകരം ഭാഗവതം വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ദേവന്മാരൊക്കെ വന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. ശുഖബ്രഹ്മർഷി പറയുന്നു, ദേവലോകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഭാഗവതം എന്ന് പറയുന്നു. അതോടുകൂടിയിട്ട് ദേവന്മാര് ഇളിഭ്യരായിട്ട് ഈ അമൃതകുംഭവും കൊണ്ട് തിരിച്ചുപോയി. പരീക്ഷത്തിന് പിന്നീട് ഭാഗവതം ഉപദേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു കഥ. ഭാഗവത മഹാത്മ്യം ഇത് കുറെ വിസ്തരിക്കാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ്. ഈ അന്ന് ഭാഗവതം ദേവന്മാർക്ക് കിട്ടാത്തത് കൊണ്ടാണ്. ദേവന്മാർക്ക് പോലും കിട്ടാത്ത വസ്തു ഏതെന്ന് ചോദിച്ച ഒറ്റ ഉത്തരേ ഉള്ളൂ. ഏതാണത്? ശ്രീമദ് ഭാഗവതം. ബാക്കിയൊക്കെ എന്ത് വേണമെങ്കിലും ദേവന്മാർക്കുണ്ട്, പക്ഷെ എന്ത് കിട്ടില്ല? ഭാഗവതം മാത്രമില്ല. അതുകൊണ്ട് എന്താ ഗുണമുണ്ടായത്? നമ്മളെപ്പോലുള്ളവർക്ക് എന്താ ഗുണം എന്നറിയോ? നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഭാഗവതം ചൊല്ലുകയോ ഭാഗവത സപ്താഹ യജ്ഞമായിട്ട് നടത്തുകയോ ഭാഗവത സത്രം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വൈകുണ്ഠമൂർത്തി ഭക്തി ദേവിയോടുകൂടി 30 മുക്കോടി ദേവതകളോടുകൂടി സാന്നിധ്യം ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദുരിതം തീരാൻ വേണ്ടി, തറവാട്ടിന്റെ ദുരിതം തീരാൻ, ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വല്ല ദുരിതങ്ങളുണ്ടെങ്കിൽ, അഭിവൃദ്ധി കുറവുണ്ടെങ്കിൽ അവിടെയൊക്കെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞമാണ് നടത്തുക. ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഈ എന്താ പറയാ, ഓലയും പുല്ലൊക്കെ പൊതിഞ്ഞിട്ട് ഒരു ചെറിയൊരു അഗ്രശാലയും നടപ്പന്തലും നാലമ്പലത്തിന്റെ ഒരു ഭാഗവുമുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഇപ്പോഴിവിടെ സപ്താഹം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നത്. 18ാമത്തെ സപ്താഹം തന്നെയാണ്. എന്താണെന്ന് അറിയില്ല. അപ്പൊ അവിടെ പറഞ്ഞ എന്താണെന്നറിയോ? ശ്രീമദ് ഭാഗവതം ആദ്യമായിട്ട് കുറച്ച് വർഷം മുമ്പ്, 10-20 വർഷം മുമ്പായിരിക്കും, അതിനിടയിലൊന്നും മുടങ്ങിപ്പോയി. സപ്താഹം നടത്തിയതോടുകൂടിയിട്ട് ഇന്ന് ഗുരുവായൂരിന്റെ പകുതി എന്നാ പറയുക. അവിടെ ഗുരുവായൂർ പകുതി ഗോവിന്ദപുരം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഭാഗവതത്തിന്റെ മഹത്വമാണെന്നാണ്. ഇതെല്ലാം വലിയ മഹാത്മ്യം ശരിക്കും അല്ലേ? അതവിടെ ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു മഹത്വം ഉണ്ടാകും. ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേൽ.
അത്രയും ശ്രേഷ്ഠമാണ് ശ്രീമദ് ഭാഗവതം. ദേവന്മാർക്ക് പോലും കിട്ടാത്ത വസ്തുവായിട്ട് മാറി പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീശുക ബ്രഹ്മഋഷി 7 ദിവസങ്ങളിലായിട്ട് ഉപദേശിച്ചു എന്നുള്ള വിശേഷം പറഞ്ഞു. പിന്നീട് ഭക്തിയെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിൽ ഭക്തിയെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്തിയോടൊപ്പം 2 കാര്യങ്ങൾ കൂടി ഉണ്ടാവണം. ജ്ഞാനവൈരാഗ്യങ്ങൾ. ജ്ഞാനവൈരാഗ്യം എന്ന് പറഞ്ഞാൽ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവാണ്. അത് എന്ത് അറിവാണ്? ഈ ഭൗതികമായിട്ടുള്ള അറിവല്ല, ഈശ്വരനെ കുറിച്ചും ആത്മജ്ഞാനവും നമുക്ക് ഉണ്ടാവണം എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക വിഷയങ്ങളിൽ ഉദാസീനത ഉണ്ടാകുക. അപ്പോഴേ നമുക്ക് കുറച്ചെങ്കിലും ഈശ്വരനിലേക്ക് മനസ്സ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ഉണ്ടാക്കിയെടുക്കണം. ഭക്തി അതോടൊപ്പം പുഷ്ടിപ്പെട്ടു വരികയും വേണം. ഇതിനുള്ള വഴി ശ്രീമദ് ഭാഗവതം വിധിപ്രകാരം നടത്തുകയും അതിൽ പങ്കെടുക്കുകയും ശ്രവണം ചെയ്യുകയുമാണ്. ഇപ്പൊ എല്ലാം ശ്രവണം ചെയ്താൽ പോരാ. ഭഗവത്ഗീത ശ്രവണം ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ പഠിക്കണം, അർത്ഥമൊക്കെ മനസ്സിലാക്കി പഠിച്ചിട്ട് അത് ഉൾക്കൊള്ളണം. എന്നാൽ ശ്രവണം കൊണ്ട് മാത്രം ഗുണം കിട്ടുന്ന ഭാഗവതം എങ്ങനെയാണ് ഭക്തിയെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു ഒരു കഥയായിട്ട്. അതായത് നാരദ മഹർഷി പലയിടത്തും ചുറ്റി സഞ്ചരിച്ചു കലിയുഗത്തിന്റെ ആരംഭത്തില്. അങ്ങനെ പലയിടത്തും പോയി പല പല കാഴ്ചകളൊക്കെ കണ്ടു അദ്ദേഹം ഇങ്ങനെ നടന്ന് ഒടുവിൽ വൃന്ദാവനത്തിലെത്തി. വളരെ പുണ്യദേശമാണ് വൃന്ദാവനം. ബ്രജഭൂമി എന്നാണ് അതിനെ മൊത്തത്തിൽ പറയുക. അതിലൊരു ചെറിയൊരു വിഭാഗം മാത്രമാണ്, 12 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് വൃന്ദാവനം. അങ്ങനെയുള്ള 12 വനങ്ങൾ, ചില വനങ്ങളൊക്കെ 125 ഹെക്ടറോളമുള്ള വനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ ബ്രജഭൂമിയായി. ആ ചുരുക്കത്തിൽ പറഞ്ഞാൽ 278 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് ഇന്ന് രാജസ്ഥാനിലും ഈ ഉത്തർപ്രദേശിലും പടർന്നു പന്തലിച്ചിരിക്കുന്ന ഭൂമിയിലെ മറ്റൊരു ഭൂമിയാണ് ബ്രജഭൂമി എന്ന് പറയാ. ഗോലോകത്ത് നിന്ന് വന്നിരിക്കുന്ന ആ ഒരു വിഭാഗമാണ് ഇവിടെ ബ്രജരജസ്, രാധാറാണി, യമുനാപുളിനും ഗോവർദ്ധനത്തോടു കൂടിയിട്ടുള്ള ആ വൃന്ദാവനത്തിലേക്ക് നാരദ മഹർഷി എത്തിയപ്പോഴ് അവിടെ സന്ധ്യാസമയത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാഴ്ച കണ്ടു. യമുനയുടെ തീരത്ത് ഒരു സുന്ദരിയായ സ്ത്രീ ആ പാറയുടെ സമീപത്ത് ഇങ്ങനെ ചാരിയിരിക്കുന്നു. കുറച്ച് സ്ത്രീകൾ 6-7 പേരുണ്ടെന്ന് തോന്നുന്നു, വീശി കൊടുക്കുന്നു. 2 അറ്റത്തായിട്ട്, അതായത് ഈ ഭാഗത്തും ഈ ഭാഗത്തും ശരീരമൊക്കെ ചുക്കിച്ചുളിഞ്ഞ് ചെറിയ രൂപത്തിലായിട്ടുള്ള എല്ലും തൊലിയുമായിട്ട് ശ്വാസം മാത്രം ഇങ്ങനെ കഴിക്കുന്ന 2 വൃദ്ധന്മാരെ പോലുള്ളവർ കിടന്നുറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ കാഴ്ചയാണ് ആര് കണ്ടത്? നാരദ മഹർഷി കണ്ടു. നാരദ മഹർഷി കാഴ്ച കണ്ടപ്പോൾ എന്തോ ഒരു സാധാരണ എന്നും വ്യത്യസ്തമായിട്ട് തോന്നി. അതും സന്ധ്യക്ക് മുമ്പായിട്ട് നാരദ മഹർഷി അരികിലേക്ക് ചെന്നു. എന്നിട്ട് ഈ സുന്ദരിയായ പെൺകുട്ടിയോട് ചോദിച്ചു, കുട്ടി നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഇവരൊക്കെ ആരാണ്? ഇതെന്താ ഈ സംഭവം? നിന്റെ വല്യച്ഛനോ മുത്തച്ഛനോ ആരൊക്കെയാണ് ഇത് എന്നൊക്കെ ചോദിച്ചു. അപ്പോഴാ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ പേര് ഭക്തി എന്നാണ്. ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിൽ, വളർന്നത് കർണാടകത്തിൽ, മഹാരാഷ്ട്രത്തിൽ പുഷ്ടിപ്പെട്ടു. ഗുജറാത്തിലെത്തിയപ്പോൾ കുറച്ച് ബഹളം അടിപിടി ഉണ്ടായി, ജീർണിച്ചു. കാര്യം രക്ഷപ്പെടില്ല തോന്നിയപ്പോഴും ഞാൻ എങ്ങനെയൊക്കെയോ കൂടി എൻ്റെ കുട്ടികളെയും കൂട്ടി കൈപിടിച്ച് വലിച്ചിട്ട് ഇവിടെ ഈ വൃന്ദാവനത്തിലെത്തിയപ്പോൾ എൻ്റെ ക്ഷീണം മാറി. എൻ്റെ കുട്ടികളിവിടെ ഇതാ, ഇത് 2 എൻ്റെ കുട്ടികളാണ്. അയ്യോ, ഞങ്ങൾ വിചാരിച്ചു മുത്തച്ഛനോ വല്യച്ഛനൊക്കെയാണെന്ന് വിചാരിച്ചത്. പ്രായം കൊണ്ട് ശരീരമൊക്കെ കൊണ്ട് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അത്ര പ്രായം ആധിക്യം തോന്നുന്നുണ്ട്. 2 കുട്ടികളാണ്. ഈ കുട്ടിയുടെ പേര് ജ്ഞാനം, ഈ കുട്ടിയുടെ പേര് വൈരാഗ്യം. എൻ്റെ പേര് ഭക്തി. ഭക്തി ജനിച്ചത് എവിടെയാണെന്നറിയോ? എവിടെയാ? തമിഴ്നാട്ടിലാ. ഉൽപ്പന്നേ ദ്രവിഡേ വൃദ്ധിം കർണാടകയെ കൊച്ചിയിൽ നിന്നാണ്. വളർന്നത് കർണാടകത്തിൽ. കേരളത്തിലേക്ക് ഭക്തി ദേവി വന്നതായിട്ട് പറയുന്നില്ല എവിടെയും. അതായിരിക്കണം കേരളത്തിലെ ഭക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? സകലതും അങ്ങനെയാണ്, പുറംപൂച്ചായി പോകുന്നു. പലതും വേണ്ടതുപോലെ ഉള്ളിൽ തട്ടിയിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നില്ല. കർണാടകത്തിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല. അതങ്ങനെയല്ലാന്ന് എനിക്കെങ്ങനെ മനസ്സിലായി എന്നറിയോ? ഞാൻ ചില സമയത്ത് ശബരിമലയിലേക്കൊക്കെ പോകുമ്പോൾ തമിഴ്നാട്ടുകാർ വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒരു പ്രത്യേകതയാണ്. ആന്ധ്രക്കാർ വന്നാലും പ്രത്യേകതയാണ്, കർണാടകക്കാർ വന്നാലും പ്രത്യേകത. കേരളത്തിൽ സാധാരണ നടയടക്കാൻ നോക്ക് വേഗം പറയും. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ കേരളത്തിൽ ഭക്തി വരാതെ കൊടക് വഴി അങ്ങനെ കയറിയിട്ട് പോയോ എന്നൊരു സംശയം എനിക്ക് ഈ കഥ കേട്ടപ്പോൾ തോന്നുകയാണ്. ഗുജറാത്തിലെത്തിയപ്പോൾ ജീർണിച്ചു എന്ന് പറഞ്ഞു. ഈ വ്രജഭൂമിയിലെത്തിയപ്പോൾ എന്താ ഇങ്ങനെ മാറ്റം വന്നതെന്നാണെങ്കിൽ ആ ഭക്തി പറയാണ്, ഇവിടെ എപ്പോഴും രാധേ 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 എന്നാ വിളിക്കുക. അവരുടെ സംഭാഷണം രാധേ രാധയാണ്. അവര് വൃന്ദാവനത്തിൽ അവരെ ആരെങ്കിലും ഫോൺ വിളിച്ചാൽ രാധേ രാധേ എന്നാ വിളിക്കുക. ഞാൻ അവിടെ പോയി കഴിഞ്ഞാലും
ഞാൻ രാധയെന്നാ എന്നെ വിളിക്കുക, ഞാൻ പുറകോട്ടൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇവിടെ ഒരു രാധയും ഒരു ശ്യാമസുന്ദരനും കൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ് രാധാരമൺ ഹരി ഗോവിന്ദ ജയ് ജയ് വൃന്ദ കി ജയ് ജയ് തുളസി കി ജയ് ജയ് രാധാരമൺ ഹരി ഗോവിന്ദ ജയ് ജയ് എന്ന് പറഞ്ഞ് ഇങ്ങനെ താളം പിടിച്ചുകൊണ്ട് ഇങ്ങനെ കുട്ടികളും ചെറുപ്പക്കാരികളും എന്ന് വേണ്ട എല്ലാവരും നടക്കുന്ന കാഴ്ച കഴിഞ്ഞ സെപ്റ്റംബറിലും കാണാൻ പറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് പണ്ടുള്ള കഥയല്ല എന്നർത്ഥം. ഈ ഭാഗവതം മുമ്പേ പറഞ്ഞതാണെങ്കിൽ ഇത് പണ്ടുള്ള കഥയല്ല. നമ്മുടെ ഇവിടെ നിന്ന് നോക്കിയേ, പട്ടാമ്പി ടൗണിലൂടെ അങ്ങനെ ആരെങ്കിലും നാമം ജപിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ അവസ്ഥ എന്ന് ആലോചിച്ചു അല്ലേ? പിന്നെ ബാക്കി കാര്യം വീട്ടിൽ മറ്റ് പരിപാടികൾ ആലോചിച്ചാൽ മതി. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എവിടെയായാലും കുഴപ്പമില്ല, ഇനി വല്ലപ്പോഴായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുവഴി ഒന്ന് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് എന്താ, ഈ ഭഗവാന്റെ നാമം ജപിക്കുന്ന പുണ്യഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തുന്നവർക്ക് തന്നെ ഒരു സുഹൃതം ഉണ്ടാവുന്നതാണ്. അതല്ലേ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ അല്ലേ, ഭഗവാന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അന്തരീക്ഷം ഒരു മാറ്റം ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഇരുന്ന് പറയുന്നില്ലേ, ഇതുപോലൊരു ഹാളിൽ വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു അന്തരീക്ഷം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ദൈവ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് അവിടെ നമ്മൾക്കൊരു ഊർജമുണ്ടാകും. അതാണ് ഇപ്പോൾ ഈ ദേവി പറഞ്ഞത്. ഈ ദേവി ഇത്രയും പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ ഈ വീശി കൊടുക്കുന്ന സ്ത്രീകൾ, അവര് ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, പിന്നെ കാവേരി. അവരാ സപ്തതീർത്ഥങ്ങളാണ്. ആരാണ് ശുശ്രൂഷിക്കുന്നത് അറിയോ? ഈ ഭക്തി ദേവിയെ ശുശ്രൂഷിക്കുകയാണ്. അപ്പൊ ഭക്തിയാണ് ഇതെന്ന് മനസ്സിലായി. ഭക്തി ദേവി പറയുന്നു, ഈ കുട്ടികൾ ഒന്ന് നേരെയാക്കി തന്ന തിരക്കുള്ള നാരദ മഹർഷിയെ അങ്ങ് മനസ്സിലായി, ഒന്ന് നേരെയാക്കണം എന്ന് പറഞ്ഞു. നാരദ മഹർഷി വേദാന്തൊക്കെ ചൊല്ലി നോക്കി, ഭഗവത്ഗീത ചൊല്ലി നോക്കി. അപ്പോഴൊരു ചെറിയ മാറ്റം ഉണ്ടായി. ഒരു കൂട്ടുവായി ഇട്ടിട്ട് വീണ്ടും ഉറങ്ങാണ്, എഴുന്നേൽക്കുന്നൊന്നുമില്ല. അപ്പൊ ഈ വേദം കൊണ്ടൊന്നും സാധിക്കുന്നില്ല, വേദാന്തം കൊണ്ടൊന്നും സാധിക്കുന്നില്ല, ഉപനിഷത്തുകൾ കൊണ്ടൊന്നും സാധിക്കുന്നില്ല, ഭഗവത്ഗീത കൊണ്ടൊന്നും സാധിക്കുന്നില്ലെങ്കിലും ഞാനിനി എന്താ ചെയ്യാന്ന് ആലോചിച്ചു. ഒന്ന് കുറച്ച് സമയം ഒന്ന് കണ്ണടച്ച് ഞാനിപ്പോൾ നോക്കട്ടെ, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു ഗുരുവിനെ സ്മരിച്ചു. നാരദ മഹർഷിയുടെ ഗുരു ശ്രീകൃഷ്ണനാണ്. സ്മരിച്ചപ്പോൾ ഭഗവാൻ ഉള്ളില് ഉടനെ അശരീരിയായിട്ട് പറഞ്ഞു കൊടുത്തു, സൽക്കർമ്മം ചെയ്തോളൂ, നേരെയാവട്ടോ എന്ന് പറഞ്ഞു. സൽക്കർമ്മം എന്ന് പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. സൽക്കർമ്മോ? അതിപ്പോ ഏതാണ്? ഞാനിപ്പോ ഇത് ചെയ്തതൊക്കെ ദുഷ്കർമ്മമാണോ എന്നല്ലേ ചിന്തിക്കുക? അല്ല, ഇതൊന്നും അല്ല സൽക്കർമ്മം. കലിയുഗത്തിലെ ഏറ്റവും വലിയ സൽക്കർമ്മം എന്താണ്? അത് ചെയ്യൂ എന്നാണ് പറഞ്ഞത്. നാരദ മഹർഷിക്ക് ഒന്നും പിടികിട്ടുന്നില്ല. ഭക്തി ദേവിയോട് പറഞ്ഞു, ഇവിടെ തന്നെ ഇരിക്കും കേട്ടോ, എന്തെങ്കിലും വഴിയുണ്ടാക്കാം. വൃഥാഖേദയസേ ബാലേ അഹോ ചിന്താതുരാഗതം ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. കുറെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. പണ്ട് ദ്രൗപദി ഉണ്ടല്ലോ, ആ രജസ്വലയായ ദ്രൗപദിയെ ആ വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഇത് പിടിച്ചിട്ട് നിലവിളിച്ചു. അവസാനം ഇത് വിട്ടിട്ട് കൈ എങ്ങനെ ഉയർത്തിയിട്ട് കൃഷ്ണ കാരുണ്യ സിന്ധു എന്ന് വിളിച്ചപ്പോൾ ഒടുങ്ങാത്ത വസ്ത്രത്തിന്റെ രൂപത്തിൽ വന്നിട്ട് ഏതൊരു കരുണാമൂർത്തിയായ ഭഗവാനാണോ അന്ന് കാരുണ്യം ചൊരിഞ്ഞ് രക്ഷിച്ചത്, വസ്ത്രാവതാരമെടുത്തത് ആ ഭഗവാനില്ലേ. കൗരവരുടെ ആ പ്രതിസന്ധിയിൽ നിന്ന് ഇങ്ങനെ ഓരോരോ കഥകളും ഇവിടെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദാരവിന്ദത്തെ ആശ്രയിച്ചോളൂ, നിന്റെ ദുഃഖം ഒക്കെ തീരും ഭക്തി എന്ന് പറഞ്ഞു. രാവിലെ ഇവിടെ ആവട്ടെ, ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നാരദ മഹർഷി അവിടുന്ന് പോവുകയാണ്. പിന്നെ എങ്ങനെ സ്ഥലം വിട്ടു. ഇത് എവിടുന്നാണ്? വ്രജഭൂമി എന്നാണ്, വൃന്ദാവനാണ്, UP ആണ്. അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഉത്തരാഖണ്ഡ് എന്നൊക്കെ പറയുന്ന സ്ഥലമൊക്കെ കഴിഞ്ഞ് 10,700-ലധികം അടി ഉയരത്തിലെത്തിക്കഴിഞ്ഞാലാണ് ലോകത്തിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ തൊഴുതാലുള്ള ഫലം ഒരു ക്ഷേത്രത്തിൽ തൊഴുതാൽ കിട്ടുമോ അതാണ് ബദരീനാരായണ ആശ്രമം. ആ ബദരി ഉദ്ധവൻ അവിടെയാണ് ഭഗവാന്റെ സ്വർണ്ണമതിയടികൾ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ബദരി ആശ്രമത്തിലേക്കാണ് നാരദ മഹർഷി പോയത്. പോകാൻ കാരണം വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ആശ്രമം ആയിട്ട് അവിടെയാണ് അറിയപ്പെടുന്നത്, നാരദാശ്രമം. അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഇതിനൊരു തീരുമാനമായിട്ട് ബാക്കിയുള്ളൂ എന്നുള്ള നിലക്ക് കണ്ണടച്ച് ഇങ്ങനെ ധ്യാനനിരതനായിട്ട് ഒരേ ഇരുത്തം. ഇതിനെയാണ് തപസ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ
ആ തപസ് ഉറച്ചു വന്നില്ല. അതിനു മുമ്പായിട്ട് 4 പേരെ കണ്ടു. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ, 4 പേര് ഋഷികൾ. അവരെ കണ്ടപ്പോഴും തന്നെ നാരദ മഹർഷി കാൽക്കൽ വീണിട്ട് ഈ സംഭവം മുഴുവൻ പറഞ്ഞു. ഇങ്ങനെ ഭക്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവരുടെ 2 കുട്ടികൾ വൃദ്ധന്മാരായിട്ട് എല്ലും തൊലിയുമായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനമാക്കാന്ന് പറഞ്ഞിട്ടാണ് വന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു സൽക്കർമ്മം ചെയ്യുമെന്ന് ഇങ്ങനെ കേട്ടു. എൻ്റെ ഗുരു പറഞ്ഞു എന്താ ശ്രീകൃഷ്ണൻ ഇപ്പം എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു അതോ നമുക്ക് പോവാം, താഴേക്ക് പോകാട്ടോ എന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷിയും കൂട്ടി സനകാദികള് താഴേക്ക് ഇറങ്ങിയിട്ട് ഗംഗയുടെ ഹരിദ്വാറിന് സമീപത്ത് ഒരു ആനന്ദ തടം എന്ന് പറഞ്ഞ വിശാലമായിട്ടുള്ള ഒരു തീരമുണ്ട്. അവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തപോഭൂമിയാണ്. അവിടെ ഋഷീശ്വരന്മാരൊക്കെ ഉണ്ട്, ധാരാളം ഉണ്ട്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ ഗ്രാമങ്ങളിൽ, വ്രജങ്ങളിൽ താമസിക്കുന്നുണ്ട്, ഗാവുകളിൽ താമസിക്കുന്നുണ്ട്. അവിടെ ആവട്ടെ എന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് സനകാദി ഋഷീശ്വരന്മാര് ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യം പറഞ്ഞു കൊടുത്തു. ആർക്ക്? നാരദ മഹർഷിക്കും മറ്റ് ഋഷീശ്വരന്മാർക്കും പറഞ്ഞു കൊടുത്തു. അവിടെയാണ് മഹാത്മ്യം ഉണ്ടായത്. മഹാത്മ്യം എന്ന് പറഞ്ഞാൽ ഇത് വിസ്തരിച്ച് വായിച്ച് പറഞ്ഞു കൊടുക്കുന്ന മഹാത്മ്യായിരുന്നു. അതങ്ങനെ കഴിഞ്ഞതോടുകൂടിയിട്ട് പെട്ടെന്ന് താഴെ ഭാഗത്ത് നിന്നൊരു ശബ്ദം കേട്ടു. ആ തീരത്തുകൂടി ആരോ വരുന്നതായിട്ട് തോന്നി. നോക്കുമ്പോഴേക്കും ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ഹേ നാഥ നാരായണ വാസുദേവ. ഇങ്ങനെയാണ് കേട്ടത്. നോക്കുമ്പോഴേക്കും സുന്ദരിയായ ഒരു പെൺകുട്ടി, 2 കുട്ടികൾ പിന്നാലെ നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ ആനന്ദത്തിൽ ഇങ്ങനെ തുള്ളിക്കൊണ്ട് വരികയാണ്. ആരായിരുന്നു മനസ്സിലായോ? അവിടെ തളർന്നു കിടന്ന 2 കുട്ടികൾ ജ്ഞാനവും വൈരാഗ്യവും ഭക്തി ദേവിയും ആരോഗ്യത്തോടുകൂടി തിരിച്ച് ഈ ഭാഗവത മഹാത്മ്യം കേട്ട സ്ഥലത്തേക്ക് വന്നു എന്നാണ്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ വേണേ. സപ്താഹത്തിന് എപ്പോഴും ഇരുന്ന് കേൾക്കണം എന്നാണ്, നിന്ന് കേൾക്കരുത് എന്നാണ്. അപ്പൊ എങ്ങനെ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇവർക്ക് എവിടെയാണോ ഒരാൾക്കും സ്ഥാനം കൊടുക്കുമ്പോൾ മാറിപ്പോയ വിഷമാവില്ല. മുന്നിൽ വേണോ പിറകിൽ വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ കഥകൾ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ആരിയിരിക്കണം? ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഇരിക്കും. അവർക്ക് പ്രത്യേകിച്ച് ഇരിപ്പിടം വേണ്ട, ഇവിടെയും വേണ്ട. നമ്മൾ ശ്രദ്ധയോടുകൂടി കഥകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലാരിയിരിക്കും? ഭക്തിയും ജ്ഞാനവൈരാഗ്യങ്ങളും ഇരിക്കും എന്നതാണ് അവിടെ വിശേഷം. 7 ദിവസങ്ങൾ കൊണ്ട് സനകാദികൾ അവിടെ വെച്ച് നടത്തിയ ഒരു സപ്താഹ യജ്ഞത്തിന്റെ ചെറിയ പതിപ്പാണ്, കോപ്പി എടുത്തിട്ടാണ് ഇന്ന് ലോകം മുഴുവനും സപ്താഹ യജ്ഞം 7 ദിവസങ്ങളിലായിട്ട് നടത്തുന്നത്. അല്ലാതെ ശുഗബ്രഹ്മ ഋഷിയുടെ സമ്പ്രദായത്തിലല്ല. ശുഗബ്രഹ്മ ഋഷി നിലവിളക്കൊന്നും കത്തിച്ചിട്ടുണ്ടാവില്ല. ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഉരുളിയിൽ പാൽപ്പായസം നിവേദിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അദ്ദേഹം ഉപദേശിച്ചതാണ്. ഭാഗവതം ലോകത്തിൽ ആദ്യമായിട്ട് ശുഗബ്രഹ്മ ഋഷി പരീക്ഷത്തിന് ഉപദേശിച്ചു. അത് സപ്താഹ യജ്ഞ രൂപത്തിൽ എങ്ങനെ നമുക്ക് ഗുണകരമായിട്ട് നടത്താമെന്ന് സനകാദികൾ പറഞ്ഞു തന്നു. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നടത്തിയതിന്റെ സമ്പ്രദായമല്ല. നമ്മൾ ഗൃഹസ്ഥന്മാരൊക്കെ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലും ഗ്രാമങ്ങളിലും എങ്ങനെ നടത്തണം എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഗൃഹസ്ഥന്മാര് ഭൗതിക വിഷയങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്ങനെ സപ്താഹം നടത്തണം, വിരക്തന്മാര് അവർക്ക് ആഗ്രഹമൊന്നും ഇല്ലാത്തവരെങ്ങനെയൊക്കെ നടത്തണം എന്നൊക്കെ തുടങ്ങിയിട്ട് സപ്താഹ യജ്ഞത്തിന്റെ മഹാത്മ്യവും ഭാഗവതത്തിന്റെ മഹാത്മ്യവും സനകാദികള് അവിടെ വെച്ച് പറഞ്ഞു കൊടുത്തു എന്നുള്ള വിശേഷം. ഒടുവിൽ വൈകുണ്ഠമൂർത്തി തന്നെ ഗംഗാതീരത്ത് എത്തിച്ചേർന്ന് യജ്ഞം പൂർത്തീകരിച്ചു എന്നുള്ളതായ വിശേഷത്തോടു കൂടിയിട്ടാണ് ഭക്തിയെ ഉറപ്പിക്കാൻ ഏതാണ് ഭാഗവതമാണെന്ന് പറഞ്ഞു തന്നത്. പിന്നീട് കർണാടകത്തിലെ തുംഗഭദ്ര നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമത്തില് താമസിച്ച ആത്മദേവൻ എന്ന പേരായിട്ടുള്ള ബ്രാഹ്മണനുണ്ടായ ഒരു അനുഭവമാണ്. അദ്ദേഹത്തിന് കുട്ടികളില്ലാതെ വളരെയധികം ദുഃഖിച്ചു. ഒരു സന്യാസി പഴം കൊടുത്തു. ഭാര്യയോട് വ്രതത്തോടുകൂടി കഴിക്കാൻ പറഞ്ഞു. സന്താനം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അവർക്ക് സന്യാസിമാരൊന്നും വിശ്വാസമില്ല. തൊഴുത്തിൽ 16 വർഷമായിട്ട് പ്രസവിക്കാത്ത പശു ഉണ്ടായിരുന്നു. ആ പശുവിന് ഈ പഴം കൊണ്ട് കൊടുത്തു. ഇയാൾ അറിയാതെ. എന്നിട്ട് ഇവര് കഴിച്ചതായിട്ട് അഭിനയിച്ചു. ആ പഴം കഴിച്ചിട്ട് എന്നിട്ട് അവര് തന്നെ എന്നൊക്കെ പറഞ്ഞു. അത്രേ കളവാണ് പ്രയോഗം. കുറച്ചു നാളിങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ സംഭവമൊക്കെ പറഞ്ഞപ്പോൾ ഇവരെന്തൊക്കെ തെറ്റിദ്ധരിച്ചിട്ടാണ്. അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചു.
പിന്നെ അവരുടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്, കുട്ടിയെ ജനിച്ചു കഴിഞ്ഞാൽ തരാം, പകുതി സ്വത്ത് നിനക്കെഴുതി തരണം അങ്ങേരോട് പറഞ്ഞിട്ട്, ഒക്കെ വളരെ രഹസ്യമായിട്ട് നിൽക്കട്ടെ, അപ്പോൾ കുട്ടി ഉണ്ടായി ഞാനിവിടെ കൊണ്ടുവരാം, എന്നിട്ട് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞ് ഏർപ്പാടൊക്കെ ആക്കി. കാലം കുറെ കഴിഞ്ഞ് ഈ പാപം തിരുമേനി എന്ത് ചെയ്തു എന്നറിയോ, പലയിടത്തും പുണ്യതീർത്ഥങ്ങളിലൊക്കെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 9 മാസം കഴിഞ്ഞു, പ്രസവിച്ചു, ആൺകുട്ടി എന്ന് പറഞ്ഞു. സഹോദരിയുടെ കുട്ടിയെ കൊണ്ടൊന്ന് താമസിപ്പിച്ചു, പേരുപിടി നല്ലൊരു മുഹൂർത്തത്തിൽ നടത്തി. അമ്മയുടെ പേരിന്റെ അക്ഷരമൊക്കെ ചേർത്തിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്ന സമ്പ്രദായം ഉള്ളത് കൊണ്ട് ദുന്ധുകാരി എന്ന് പേര് വിളിച്ചു. ദുന്ധുലി എന്നായിരുന്നു അത്ര ഇവരുടെ പേര്. മറ്റയാളുടെ പേര് ആത്മദേവനാണ്. അച്ഛന്റെ പേരിന്റെ അക്ഷരവും മറ്റേതും കൂട്ടിച്ചേർക്കുന്ന സമ്പ്രദായം അന്ന് വന്നിട്ടില്ല, അത്ര ട്രെൻഡ് വന്നിട്ടില്ല. ഈ അമ്മയുടെ പേര് കൂട്ടിയിട്ടുള്ള ഒരു ട്രെൻഡ് വന്നു. അങ്ങനെയാണ് ദുന്ധുകാരി എന്ന് പേര് വിളിച്ചത്. ഈ ദുന്ധുകാരി ഈ സഹോദരി രണ്ടുപേരുടെ ഒരേ സ്വഭാവമാണ്, ചേച്ചി അനിയത്തി. ആ ദുഷ്ട സ്വഭാവത്തിനനുസരിച്ചിട്ട് കുട്ടിയായിട്ട് വളർന്നു വന്നു. ഇദ്ദേഹം ഇങ്ങനെ തലയിൽ കൈവച്ചു, എങ്ങനെ ആ സന്യാസിമാരുടെ പഴം കഴിച്ചിട്ട് ഇങ്ങനെ ഒരു ഉണ്ണി ഉണ്ടായതെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പഴം കഴിച്ച കുട്ടി എങ്ങനെയാണെന്ന് പറയും, പശു പ്രസവിച്ചിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ. ആ പശു പ്രസവിച്ച കുട്ടി മിടുമിടുക്കനായ മനുഷ്യക്കുട്ടിയാണ്. തൊഴുത്തിലല്ല, വളരുന്നത് ഇവിടെയാണ്. ചെവി മാത്രമേ ഉള്ളൂ പശുവിൻ്റേതുപോലെ. പേര് വിളിച്ചത് നിങ്ങൾ ഇഷ്ടം പോലെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു ഇദ്ദേഹത്തോട്. അദ്ദേഹം ഗോകർൺ എന്ന് പേര് വിളിച്ചു. അദ്ദേഹം തപസ്സനുഷ്ഠിച്ച് സന്യാസിയായി. അദ്ദേഹം പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള മഹാദേവനാണ് ഗോകർണേശ്വരൻ. ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. കേരളത്തിന്റെ വടക്കേ അതിർത്തി സർവേക്കല്ല് പണ്ട് അവിടെയായിരുന്നു. കന്യാകുമാരി മുതൽ ഗോകർണാന്തമായിട്ട് തെക്ക് വടക്ക് നീളെ അന്യോന്യം അംബാശിവ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുകൊണ്ടൊരു നല്ല രാജ്യം എന്ന് പറയും. ഗോകർണനെ മറക്കരുത്, നമ്മൾ കേരളക്കാർക്ക് ഓർമ്മിക്കേണ്ട മൂർത്തിയാണെന്നർത്ഥം. അതിർത്തി മഹാദേവൻ അവിടുന്ന് ദേവിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഗോകർണൻ കുറച്ചു കാലം അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടി. ഈ അച്ഛനാണെങ്കിൽ വളരെ വിഷമിച്ച് കഴിഞ്ഞുകൂടി. ഇല്ലാത്തതായിരുന്നു നല്ലത്. മക്കളില്ലാത്ത അച്ഛനമ്മമാര് ഭാഗ്യവാന്മാര് എന്ന് ഇദ്ദേഹം ഇടക്കിടക്ക് ഇങ്ങനെ പൂജാമുറിയിൽ കയറി പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഈ മക്കളുടെ തോന്നിവാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ തള്ളിപ്പറയേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ? അങ്ങനെയൊക്കെയായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാന്ന് പറഞ്ഞ് ആത്മദൈവം പോകുമ്പോൾ ഭാഗവതത്തിന്റെ ദശമസ്കന്ധത്തിന്റെ മാത്രം എടുത്തിട്ട് ജപിച്ചോളൂ, ദുഃഖമൊക്കെ തീരുമെന്ന് പറഞ്ഞു ഗോകർണൻ അനുഗ്രഹിച്ചു. ഗോകർണൻ സന്യാസിയായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു. അച്ഛൻ ഇല്ല, സഹോദരനില്ല, അമ്മയും മകനും മാത്രമായി കുടുംബത്തിൽ. ഇദ്ദേഹം ചെയ്യാത്ത തോന്നിവാസമൊന്നുമില്ല. നമുക്ക് പുഴയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് കുട്ടികളെ 10 പേരെ കൂട്ടിക്കൊണ്ടുപോയാൽ തിരിച്ചു വരുമ്പോൾ 8 ആളെ പ്രതീക്ഷിക്കുന്നു. 9 ഉണ്ടായ ഭാഗ്യം. മുക്കിക്കൊല്ലും, കല്ലെറിഞ്ഞു കൊല്ലുക, തോന്നിവാസം ചെയ്യാൻ ഒന്നും എന്തൊക്കെയാണോ കണക്കൊന്നുമില്ല. അമ്മയ്ക്കൊക്കെ ഇങ്ങനെ അടി കിട്ടും. ഇത് മേളം തായമ്പക എന്നൊക്കെ പറയുന്നില്ലേ, പുറത്ത് ഒക്കെ ആയിരുന്നു. ഇങ്ങനെ എടിയടി ധനമെങ്ങുള്ളത് ഉടനടി തന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ അടിമുടി അടി തന്നു, നിന്നെ ഞാൻ എങ്ങുടനടിക്ക് ഒന്ന് കുഴിച്ചു മൂടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം അടി ഇങ്ങനെ കിട്ടിയിട്ട് എന്നിട്ടും ഈ ഭക്ഷണം കഴിക്കാതെ കാത്തു നിൽക്കും. ഇയാൾ തോന്നിവാസം കഴിഞ്ഞ് രാത്രി 8:30 വരുമ്പോൾ ആ കുട്ടി എന്നെ അടിച്ചിട്ടല്ലേ പോയത് എന്ന് കിട്ടുമോ നോക്കാൻ വേണ്ടി ഇങ്ങനെ കഴിഞ്ഞുകൂടി. ഒരു ദിവസം ഒരു ശബ്ദം കേട്ടു രാത്രിയിൽ. കിണറ്റിൽ കല്ല് വീണതാണെന്നാ തോന്നിയത്. നോക്കുമ്പോഴേക്ക് ഈ അമ്മ കിണറ്റിൽ ചാടി ജീവൻ ഉപേക്ഷിച്ചു. ഇനിയിപ്പാരേ ഉള്ളൂ ഇവിടെ? ഈ കുട്ടി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കുട്ടി ഈ മദ്യം സേവിക്കാൻ വേറെ എവിടെയും പോവാറൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നും പതിവില്ല. മദിരാക്ഷി അതൊന്നും പതിവില്ല. എല്ലാം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരില്ല. മദ്യമൊക്കെ ഇവിടെ കൊണ്ടുവരലാണ്. കാരണം തറവാട് പൂജ ദേവാരമൊക്കെ നടത്തിയ തറവാട്ടിൽ മദ്യവും മദിരാക്ഷിയായിട്ട് കഴിഞ്ഞുകൂടി. ജീവിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ കൊള്ളയിടിക്കും. രാജഭണ്ഡാരം ഒരിക്കലും കൊള്ളയടിച്ച് കുറെ രത്നങ്ങളൊക്കെ കവർന്ന് കൊണ്ടുവന്ന് കുന്നുകൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ അന്ന് 5 സ്ത്രീകളുണ്ടായിരുന്നു. അവര് പേടിച്ചു. അവര് എല്ലാവരും കൂടി നല്ലൊരു പദ്ധതി തയ്യാറാക്കി. പരമാവധി കുടിപ്പിച്ചു. ബോധം നഷ്ടപ്പെട്ടപ്പോൾ 12 മണിയായി നാട്ടുകാരൊക്കെ ഉറങ്ങി തോന്നിയപ്പോൾ കയറ് കൊണ്ട് കുടുക്കുണ്ടാക്കി 4 പേരും വലിച്ചു മുറുക്കി മെല്ലെ, കൊന്നിട്ടൊന്നുമില്ല, ഇങ്ങനെ വലിച്ചു മുറുക്കിയായി. കൊലാറാവുമ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, ഞാനും കൂടാം എന്ന് പറഞ്ഞിട്ട് അടുപ്പിൽ നിന്ന് കനല് കോരിയിട്ട് മുഖത്തിട്ടു. ദുർമരണം സംഭവിച്ചു. ഇവരൊക്കെ സ്വർണം എടുത്ത് യാത്രയായി. ഇത് അവിടെ ശരീരം ജീർണിച്ച് അങ്ങനെ പോയി. ആ ആത്മാവ് പിശാചി ശരീരം എടുത്തു. പലതരത്തിലും ആഹാരം കൊടുത്താലും കിട്ടിയാലും കഴിക്കാൻ പറ്റാതെ മറ്റുള്ളവരൊക്കെ പേടിപ്പിച്ചുകൊണ്ടും പല കൃത്യമായ രൂപമില്ലാതെ ആടുപോലെയും പോത്തുപോലെയൊക്കെ ആയിട്ട് ഏതൊക്കെ രൂപമൊക്കെ ധരിച്ചുകൊണ്ട് പിശാചി ശരീരം എടുത്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടി. ഈ നാട്ടുകാർ തീർത്ഥാടനത്തിന് പണ്ട് കാശിയിലൊക്കെ പോയപ്പോൾ കർണാടകത്തിൽ നിന്ന് വന്ന ചില ആൾക്കാരൊക്കെ ഈ സ്വാമി കണ്ടു.
ഗോകർണൻ. അപ്പോഴും പറഞ്ഞു, നിങ്ങളുടെ ഒരു ആളുണ്ടായില്ലേ, ഒക്കെ മരിച്ചിട്ട് കുറെ കൊല്ലായി, ആ തറവാട്ടിലൊന്നും ആരുമില്ല, വലിയ വലിയ മരങ്ങളൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സഹോദരന് വേണ്ടി ശ്രാദ്ധം ഊട്ടിയെന്നാണ്. ഗയയിൽ ശ്രാദ്ധം ഊട്ടിയാൽ മോക്ഷം കിട്ടാത്ത പ്രേതങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. അദ്ദേഹത്തിന് വേണ്ടി ശ്രാദ്ധം ഊട്ടി. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല എന്ന് പിന്നീട് മനസ്സിലായി. ഒരിക്കൽ ഇദ്ദേഹം നാട്ടിൽ വന്ന് ഈ തറവാട്ടിന്റെ അവിടെ ഉള്ളിലൊന്ന്, ആ കാട്ടിനിടയിലാണെങ്കിൽ അദ്ദേഹത്തിന് പേടിയൊന്നുമില്ല, കമണ്ടലൂണൊക്കെ എടുത്തിട്ട് അവിടെ കിടന്നപ്പോ ഒരു 12:30 ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ശബ്ദം കേട്ടു. പുറത്തേക്ക് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. വീണ്ടും കിടന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും എന്തോ ഒരു ആടിനെ പോലെ കണ്ടു. എന്താണെന്ന് മനസ്സിലായില്ല. ഉണ്ടാതെ വീണ്ടും കിടന്നു. കുറച്ച് കഴിയുമ്പോൾ പൂത്തിനെ പോലെ കരിയിലകൾ പാറുന്നു, ശബ്ദം കേൾക്കുന്നു, നിലവിളിക്കുന്നു. ഗോകർണം പുറത്തേക്ക് ഇറങ്ങി ഗംഗാജലം തെളിച്ചു. അപ്പോഴാണ്, ആരാണ്? നിന്റെ സഹോദരനാണ്, ബന്ധുകാരിയാണ്, എനിക്ക് മോക്ഷം കിട്ടിയില്ല, 100 ഗയാശ്രാദ്ധ കൂട്ടിയാലും മോക്ഷം കിട്ടില്ല, ഞാൻ അത്ര ദുഷ്കർമ്മം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. രാവിലെ വരെ അടക്കം വെച്ചു എന്നാ പറയാ. ഒരു ചന്ദനമുഷ്ടി എടുത്ത് അവിടെ കുത്തി തുളസിത്തറയിൽ അടക്കം വെച്ചു. സൂര്യനെ സാക്ഷി നിർത്തിക്കൊണ്ട് രാവിലെ സൽക്കർമ്മം അന്വേഷിച്ചപ്പോൾ അശരീരിയായിട്ട് കിട്ടി. അങ്ങനെ അവിടെ വെച്ച് ആ തുളസിത്തറയുടെ മുറ്റത്ത് വെച്ച് ഗോകർണൻ ഒരു ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 7 ദിവസങ്ങളായിട്ട് നടത്തി. ഏതിലും ഉറച്ചു നിൽക്കാൻ പറ്റാത്ത വായുരൂപത്തിലുള്ള ഈ പ്രേതത്തെ മുളയുടെ 7 കമ്പുള്ള മുളയുടെ ഉള്ളിലേക്ക് ആവാഹിച്ച് അടച്ചു വെച്ചു. അവിടെ നിർത്തിയിട്ട് അവിടെ വെച്ച് സപ്താഹം നടത്തി. 1-ാം ദിവസം കഴിയുമ്പോൾ തീർത്ഥം തെളിക്കുമ്പോൾ ഒരു മുട്ട് പൊട്ടും, അതായത് ഒരു മുട്ട് പൊട്ടും, അടുത്തതിലേക്ക് കയറും. 7-ാം ദിവസം മുള പൊട്ടിപ്പിളർന്നു. അതിൽ നിന്ന് ദിവ്യ സ്വരൂപനായി ദിവ്യ വിമാനത്തിൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. ഇത്രയും ദുരിതം ചെയ്തത്. അപ്പൊ പ്രേതങ്ങൾക്ക് മുക്തി കിട്ടാൻ നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും സുദർശന ഹോമം ചെയ്ത് ആവാഹിച്ച് അതിശ്രേഷ്ഠമായ സുഹൃത ഹോമവും തിലഹവനവും ഒക്കെ ചെയ്ത് സായുജ്യ പൂജകൾ നടത്തി സായുജ്യം ചെയ്ത് വന്നിരുന്നാലും മോക്ഷം കിട്ടാൻ തടസ്സം വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവിടെ ഭാഗവത ശ്രവണം നടത്തിക്കഴിഞ്ഞാലേ പൂർണ്ണതയിലെത്തുള്ളൂ. ശ്രീമദ് ഭാഗവതം ഗതി കിട്ടാത്ത പ്രേതങ്ങൾക്ക് മോക്ഷം കിട്ടാനും ഇങ്ങനെയുള്ള ദുരിതങ്ങളുള്ള തറവാട്ടിലും കുടുംബത്തിലും അത് മാറ്റി നന്മയുണ്ടാക്കാനും ശ്രീമദ് ഭാഗവതം ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഒടുവിൽ നമുക്ക് പറഞ്ഞു തന്നു, ഇതുപോലെ പ്രേതമായിട്ട് സപ്താഹം കേൾക്കണമെന്ന് ആരും വിചാരിക്കരുത്. ഇനി പ്രേതാവുന്നവർക്കൊന്നും ഇതുപോലെ സപ്താഹം കേൾപ്പിക്കാനൊന്നും തലമുറകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ഉള്ള സമയത്ത് തന്നെ നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ തന്നെ ഇത് ചെയ്യണം, ശ്രീമദ് ഭാഗവതം കേൾക്കണം എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് യജ്ഞ നിർവഹണത്തെ കുറിച്ചാണ് പറഞ്ഞത്. അത് 18-ാമത്തെ സപ്താഹത്തിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ് ഇവിടെയുള്ളവര്. ശ്രീനാരായണൻ ചിറക്കൽ അല്ലേ, അങ്ങനല്ലേ? ചിറയുടെ ചേർന്ന് തന്നെയുള്ള ശ്രീനാരായണൻ ചിറക്കലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഭഗവാന്റെ സന്നിധിയിൽ അനേകം സപ്താഹങ്ങൾ വൈശാഖത്തിലായിരിക്കും പതിവ് തോന്നുന്നു അല്ലേ? അത് ഏതായാലും നന്നായി. വൈശാഖ മാസത്തിൽ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. ഫലങ്ങള്, മറ്റുള്ള ദാനങ്ങള്, ജലദാനം. ദ്വാരകയിലൊക്കെ പോയി കഴിഞ്ഞാൽ രുക്മിണി മന്ദിരത്തില് 500, 1000, 2000, 5000 ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ വഴിപാടാണ്. എന്തിനാണ്? ജലദാനത്തിനാണ് കൊടുക്കുക. ശുദ്ധജലം ഇങ്ങനെ അവിടുന്ന് കുടിച്ചിട്ട് വരണം എന്നുള്ളതാണ് അവിടുത്തെ വഴിപാട്. അപ്പോ ഈ വൈശാഖ മാസം ഏറ്റവും ശ്രേഷ്ഠമാണ്. ഭഗവാന്റെ ബലരാമസ്വാമിയുടെ അവതാരമായാലും നരസിംഹാവതാരമായാലും അതിശ്രേഷ്ഠമായ ശങ്കരാചാര്യരുടെ ജയന്തി ആയാലും എന്തൊക്കെ വിശേഷങ്ങളുണ്ടോ അതൊക്കെ ഈ വൈശാഖ മാസത്തിലാണ്. പുണ്യസുദിനങ്ങളാണ്. ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാസം. ലക്ഷ്മി ദേവി ഭഗവാനോടൊപ്പം ഇറങ്ങിയിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു മാസം മാധവ മാസം എന്നാണ് പറയുക. അങ്ങനെയുള്ളൊരു മാധവ മാസം ആണ് വൈശാഖം. ഏതായാലും ഗുരുവായൂരപ്പന്റെ വൈശാഖ പൂമുഖത്ത് ആനന്ദ സപ്താഹ സങ്കീർത്തനം എന്ന് ആരോ മുൻപൊരിക്കൽ പാടിയിട്ടുണ്ടായിരുന്നു ഗുരുവായൂരമ്പലത്തിലെ വൈശാഖ സപ്താഹത്തിന് വന്നിട്ട്. അതുപോലെ നമുക്കും ഈ നാരായണ മൂർത്തിയുടെ സന്നിധിയിൽ 18-ാമത് സപ്താഹം നാളെ രാവിലെ വിശേഷപ്പെട്ട നല്ലൊരു സുദിനത്തിൽ, നല്ലൊരു മുഹൂർത്തത്തില്, ഉദയത്തിന് മുമ്പായിട്ട്, എങ്ങനെയല്ലേ രാവിലെ അല്ലേ പതിവ്? 6 മണിക്ക്, ഒരു 6:15 കൂടിയിട്ട് 6 മണിക്കാണ്. 6 മണിക്കാണ്, 6 മണിക്ക് എങ്ങനെ വേണമെങ്കിലാവാം. നാളത്തെ ഒരു ശ്രീഫലമൊക്കെ വെച്ച് ചടങ്ങുകളോട് കൂടിയിട്ട് ആരംഭിക്കും. വിഷ്ണു സഹസ്രനാമം സമൂഹമായിട്ട് പാരായണം ചെയ്യുക. അത് കഴിഞ്ഞ്, അങ്ങനെയല്ലേ പതിവ്? അത് കഴിഞ്ഞ് സമൂഹ പ്രാർത്ഥന, സമൂഹ മന്ത്രാർച്ചനൊക്കെ കഴിഞ്ഞ് ഗ്രന്ഥ നമസ്കാരം, ഭാഗവതത്തെ പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമായി കണ്ട് നമസ്കരിച്ച്
അങ്ങനെയുള്ള സമ്പ്രദായ പ്രകാരം നമുക്ക് സാധാരണ പോലെ എങ്ങനെയാണോ പതിവ് അതൊക്കെ പറഞ്ഞാൽ മതി. കാരണം കഴിഞ്ഞ വർഷം ഇങ്ങനെയാണ് ഉണ്ടായതെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അല്ല, നിങ്ങൾക്കല്ലേ പറയാൻ പറ്റില്ല, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ്. കാരണം ചില സ്ഥലത്തൊക്കെ സമ്പ്രദായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ആത്യന്തികമായിട്ടൊരു വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ അങ്ങനെ വലിയ വ്യത്യാസം വരുന്ന സപ്താഹം ഉണ്ട് കേട്ടോ. പക്ഷെ അതിവിടെ നടത്തിയോന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് പറയാൻ പറ്റില്ല. വലിയ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, അത്രയ്ക്ക് വേണ്ടാന്ന് പറയും. കാരണം കുളിപ്പിച്ച് കുട്ടി ഇല്ലാതാവാൻ പാടില്ല. ഇവിടെ ഒന്നും ഉണ്ടെന്നല്ല പറഞ്ഞത്, പല സ്ഥലത്ത് പോയപ്പോഴും അനുഭവങ്ങൾ കൊണ്ടാണ് പറഞ്ഞത്. ഈയിടെ ഒരു സ്ഥലത്ത് ഒരു കൊയിലാണ്ടി ഭാഗത്തൊരു സപ്താഹം നടത്തി. രാത്രി 11 മണിക്ക് രുക്മിണി സ്വയംവരം എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു 3/4 മണിക്കൂർ കൂടെ കാത്തു നിന്നില്ല പാവങ്ങൾക്ക്, എന്നാൽ 12 മണിക്ക് തന്നെ ആക്കുക, പിറ്റേ ദിവസം ആകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതുവരെ ഉച്ചക്കൊക്കെ പോയി കിടന്നുറങ്ങിയെന്നാ പറഞ്ഞു ആചാര്യൻ. ഒരിക്കൽ പോയിട്ട് അതിൽ 3 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇതിനൊക്കെ പിന്നെ നമ്മൾക്ക് എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയില്ല. സപ്താഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ വിളിച്ചു വരുത്തി ഭദ്രദീപം പ്രോജ്വലനം ചെയ്ത് തന്ത്രീശ്വരന്റെ അനുഗ്രഹത്തോടുകൂടി ആരംഭിച്ചിട്ടുള്ള ഒരു മഹായജ്ഞമാണ് ശ്രീമദ് ഭാഗവത സപ്താഹം. ഇത് സ്റ്റേജല്ല, യജ്ഞമണ്ഡപമാണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ ആവാം, ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത നമ്മുടെ ഋഷീശ്വരന്മാരോടൊക്കെ മറുപടി പറയേണ്ടതാണ്. വ്യാസൻ മുതല് തലമുറകളോട് മറുപടി പറയേണ്ടുന്ന ഒരു യജ്ഞമാകുമ്പോൾ നമുക്ക് എന്തൊക്കെയാവും അതിനനുസരിച്ചിട്ടൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായമല്ല, എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് ഇവിടെ ചെയ്തു വന്നിരുന്നത്, അത് മനസ്സിലാക്കിയിട്ടാണ്. അപ്പൊ അതുപോലെയൊക്കെ ഉണ്ടാവുള്ളൂ, പേടിക്കൊന്നും വേണ്ട. അല്ലെ, മറ്റ് പല സ്ഥലത്തും പല രീതിയിൽ വേണം. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഞാൻ പോകാറുമില്ല. ഇവിടെ നമ്മൾക്ക് നാളെ തുടങ്ങി സന്ധ്യക്ക് മുമ്പായിട്ട് ഇങ്ങനെ 8 മണിയൊന്നും ആവില്ലല്ലോ, ആവോ? ഇല്ല, 8 മണിയാവെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടി വരും പരിപാടികൾ. അതുകൊണ്ട് ഒരു സമ്പ്രദായമുണ്ട്, അസ്തമയത്തോടു കൂടിയിട്ട് പാരായണം കഴിയുക. പിന്നെ ചിലപ്പോഴും നരസിംഹമൂർത്തിയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുമോ, നിർത്തൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നരസിംഹമൂർത്തി എത്ര മണിക്ക് വരും എന്ന് എനിക്ക് സൂചനയെ പറയാൻ പറ്റില്ല. 5:30 നരസിംഹാവതാരം എന്ന് പറയും. കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് വന്ന് ചോദിക്കും, നിങ്ങളാരാ എൻ്റെ സമയം പറയാൻ അകത്തുനിന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയേണ്ടി വരും. അതൊന്നും പറ്റില്ല. അതുപോലെ ഭദ്രകാളി വരുന്ന സമയം എനിക്ക് കൃത്യം പറയാൻ പറ്റില്ല. 6:15 എന്ന് ഞാൻ പറഞ്ഞാലോ 5:45 എന്ന് പറഞ്ഞാലും ഭദ്രകാളി ചിലപ്പോൾ മിനിയാന്ന് വന്നത് 6:55 ചൊവ്വാഴ്ചയാണ്, വൈശാഖത്തിലെ. ദേവി പറയാണ് ഞാൻ എൻ്റെ സമയമാകുമ്പോൾ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ സമയത്തിലൊക്കെ മാറ്റം വരും. പരമാവധി ഒരു സന്ധ്യക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ 7 മണിക്കുള്ളിലായിട്ട് കഴിയുന്ന തരത്തിലാണ് നമ്മൾ യജ്ഞത്തെ ക്രമീകരിച്ചിട്ടുണ്ടാവുക. ഇന്നലെ വരെ നടന്നതൊക്കെ അങ്ങനെയാണ്. ഇതിപ്പോ 3 കഴിഞ്ഞ് 4ാമത്തെ സപ്താഹം കൂടിയാണ്. എല്ലാവരും പരമാവധി സഹകരിച്ച്, നമ്മൾ ഓരോരുത്തരും സംഘാടകരാണെന്നുള്ള ഭാവത്തോടു കൂടി പരമാവധി സഹകരിച്ച്, അങ്ങനെയല്ലേ വേണ്ടത്, ഭംഗിയാക്കുക. മാതൃസമിതിക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ നല്ല ഉത്സാഹത്തിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അവർക്ക് ഒരു എന്താ പറയേണ്ട ഒരു സപ്പോർട്ട് എന്നുള്ള നിലക്ക് എല്ലാവരും അല്ലേ, അങ്ങനെയല്ലേ. ഈ ഏലൂര് എറണാകുളത്ത് പോയപ്പോൾ അവിടെ മാതൃസമിതിക്കാരാണ് സപ്താഹം മുഴുവൻ നടത്തുന്നവര്. സെക്രട്ടറി, പ്രസിഡന്റ് പറഞ്ഞ ആചാര്യം മാത്രമേ മാതൃസമിതി അല്ലാതിരുന്നുള്ളൂ, ബാക്കി മുഴുവൻ അവരായിരുന്നു. പക്ഷെ വളരെ ഭംഗിയായിട്ട് അവർ നടത്തി. മറ്റുള്ളവരൊന്നും പല കാര്യം ചില അഭിപ്രായത്തിനൊക്കെ എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു ഞാൻ അവരോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്ന് അറിയാം, നാട്ടിൽ മുഴുവൻ പോയിട്ട് കാര്യങ്ങളൊക്കെ നടത്തി. ഈ 300 ആളെ കൊണ്ട് ഓരോ കാര്യങ്ങളും സ്പോൺസർ ചെയ്യിച്ചു. മുല്ലപ്പൂ കുറച്ച് കൊണ്ടുവന്നുള്ളൂ പറഞ്ഞപ്പോഴേക്ക് 2 കുന്ന് മുല്ലപ്പൂവിന്റെ കുന്ന് 2 ആളെ കൊണ്ട് അവർ സ്പോൺസർ ചെയ്തു. അവര് ഇങ്ങനെ വണ്ടിയെടുത്ത് ഓടിയിട്ടും കാര്യങ്ങളൊക്കെ നടത്തി രാത്രി 12 മണി വരെ ഇത് വൃത്തിയാക്കുകയൊക്കെ ചെയ്ത് സപ്താഹം നടത്തി. അപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു അഭിപ്രായം പറയുമ്പോഴും ഞാൻ പറഞ്ഞു അവരോടും കൂടി ഒന്ന് ചോദിക്കണം, അല്ല അങ്ങനല്ലേ. അവർ പറഞ്ഞു ഇങ്ങനെയാ വേണ്ടത്. ഞാൻ പറഞ്ഞു പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ പറയാന്നാണ്. അതിനൊന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ആരെങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഒന്നും പേടിക്കേണ്ട, കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് കുറച്ചിങ്ങനെ വളയൊടിയൊക്കെ ചെയ്യും, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്കിത് ഭംഗിയാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രീനാരായണൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മഹാത്മ്യം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞും തോന്നുന്നുണ്ട്, 10 മിനിറ്റൊക്കെ അങ്ങനെയാണ് സപ്താഹ മഹാത്മ്യത്തിൽ. ഇവിടെ ശ്രദ്ധയോടുകൂടി ഇത് ശ്രവിച്ചവർക്കൊക്കെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ ഭാഗവത യജ്ഞം ഭംഗിയായിട്ട് സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ചരണനത ജനഭരണതവ കഥകൾ ഇന്നു ഞാൻ ചെറ്റു പിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകലമതു കൃപയോട് പൊറുത്തു മാം ദുൽഭക്തനാകാൻ അനുഗ്രഹിക്കേണമേ. കൃഷ്ണ
യോഗീന്ദ്രാണാം ത്വതംഗേഷധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷത്യുതരുകിസലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഷ ലക്ഷ്മീം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശംഭോ ശങ്കര സാംബ സദാശിവ ശരണം മേ തവ ചരണയുഗം ശങ്കരബാല പൊന്നയ്യപ്പ ശരണം മേ തവ ചരണയുഗം രാമാരാഘവ ദശരഥ നന്ദന ശരണം മേ തവ ചരണയുഗം രാധാകൃഷ്ണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജാനകീകാന്ത സ്മരണം ജയ ജയ രാമ രാമ ഗോപികാ ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നാരായണ. മഹാത്മ്യം ഇവിടെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.